ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ പ്രാവശ്യം എന്താ വിഷയം വേണ്ടതെന്ന് പലപ്പോഴും ഇതിൻ്റെ പ്രവർത്തകരവിടെ വന്ന് ചോദിച്ചു. അറിയില്ല എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെയാ പതിവ്. അവർ തന്നെയാ വിഷയം വയ്ക്കാറ്. ഏതായാലും ഇപ്പോൾ വെച്ചതോ അദ്വൈത ദീപികയാണ്. വളരെ വളരെ സന്തോഷം. ആരംഭത്തിൽ തന്നെ പറയണം, നമ്മൾ രണ്ടും ഒന്നാവണം ഇത് പഠിക്കണമെങ്കിൽ. അത്ര ലളിതമായൊരു കൃതിയല്ല. എന്നാൽ ഗഹനമാണോ? വളരെ ലളിതമാണ്. കാരണം നമുക്ക് മറ്റ് വിഷയങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ ചർച്ച ചെയ്യാനില്ല. നമ്മെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ. മറ്റ് വിഷയങ്ങളെക്കുറിച്ച് അവ ഇരിക്കുന്നിടത്ത് ആ ദേശകാലങ്ങളിലൊക്കെ പോയി പഠിക്കണം. നമ്മിൽ നിന്ന് ഭിന്നങ്ങളായ മേഖലകളിലേക്ക് ആഴ്ന്നിറങ്ങണം. ഇതല്ല, ഇത് പൂർണ്ണമായി നമ്മെക്കുറിച്ച് മാത്രമുള്ള വിചാരമാണ്. അതുകൊണ്ട് ഏറ്റവും ലളിതമാണ്. എന്നാൽ കൂടെ പോയി ഗുരുദേവൻ്റെ ചിന്തകളുമായി ഒത്തുപോവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അദ്വൈത ദീപിക ഗ്രന്ഥത്തിലും. അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും ഒന്നായി ശ്രദ്ധയോടുകൂടി ഗുരുദേവൻ്റെ കൂടെ അല്പം യാത്ര ചെയ്യാം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നോട്ട് ചെയ്യണം, കുറിച്ച് വെച്ചാൽ മതി, ചോദിക്കാം. അപ്പോൾ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം. അറിയുന്നതാണെങ്കിൽ ഉത്തരം പറയും. സമീപകാല ഹൈന്ദവ നവോത്ഥാനത്തിൽ എത്ര മഹാപുരുഷന്മാരുടെ പങ്ക്, പ്രവർത്തനങ്ങൾ, സംഭാവനകളുണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ വയ്യ. അത്രക്കേറെ മഹാപുരുഷന്മാർ ഒരു പക്ഷേ പുരാണങ്ങളിൽ പോലും കാണാൻ കഴിയുന്നതിനേക്കാളേറെ മഹർഷി ശ്രേഷ്ഠന്മാർ നമ്മുടെ സമാജത്തിലേക്ക് വന്ന് നമ്മുടെ കൂടെ ജീവിച്ച് വേദത്തിൻ്റെ സാരസർവസ്വം അത് നൽകുന്ന പ്രഭ നമ്മുടെ സമാജത്തിൽ പരത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇടക്കാലത്ത് തീർത്തും അന്ധകാരാവൃതമായൊരവസ്ഥയിൽ നിന്ന് നമുക്ക് ഉയരാൻ സാധിച്ചത്. നോക്കൂ, ഭാരത ശബ്ദാർത്ഥം തന്നെ പ്രകാശത്തിൽ രതി ചെയ്യുന്നത് എന്നാണ്. പ്രകാശത്തിൽ ആനന്ദിക്കുന്നത് അഥവാ പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുന്നത്, അതാണ് ഭാരതം. ഭാധാതുവിന് പ്രകാശം എന്നാണ് അർത്ഥം. പാണിനീയ ധാതുപാഠത്തിൽ ഭാ ദീപ്തൗ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭാധാതു ദീപ്തി അർത്ഥത്തിലാണ്. ദീപ്തി എന്ന് പറഞ്ഞാൽ പ്രകാശം. ഏതാണ് ഈ പ്രകാശം? ഒട്ടും സംശയിക്കേണ്ടതില്ല, അറിവിൻ്റെ പ്രകാശമാണ്. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഉപനിഷത് ഭാഷ്യത്തിൽ സുവ്യക്തമായി പറഞ്ഞു തരും, സർവേഷാം ശോഭമാനാനാം ശോഭനതമാ ഹി വിദ്യ എന്ന്. അർത്ഥം, പ്രകാശിക്കുന്ന എല്ലാത്തിലും വെച്ച് ഏറ്റവുമേറെ പ്രകാശിക്കുന്നത് വിദ്യയാണ്, അറിവാണ്. അതാണ് ഏറ്റവും വലിയ വെളിച്ചം. അപ്പോൾ വെളിച്ചത്തിൽ ആനന്ദിക്കുന്ന അഥവാ വെളിച്ചത്തിൽ ആനന്ദിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ അർത്ഥം അറിവിൻ്റെ വെളിച്ചത്തിൽ ആനന്ദിക്കുന്ന, അറിവിൻ്റെ വെളിച്ചത്തിൽ ആനന്ദിപ്പിക്കുന്ന
സംസ്കൃതി എന്നാണ്. ശ്രദ്ധിക്കുക. ഏത് കാലം മുതലെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അറിവിൽ അഭിരമിച്ച ഒരു സംസ്കൃതി ഇവിടെ നിലനിന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ജീവിത പദ്ധതികളുടെയും ക്രമീകരണങ്ങളുടെയും അടിസ്ഥാനമായി അറിവാണ് നിലനിന്നത്. ആവർത്തിക്കട്ടെ, നമ്മുടെ എല്ലാ ജീവിത ക്രമീകരണങ്ങളുടെയും ജീവിത പദ്ധതികളുടെയും അടിസ്ഥാനമായിട്ട് അറിവാണ് നിലനിന്നത്. മനു പറഞ്ഞു വച്ചിട്ടുണ്ട്, വേദോഖിലോ ധർമ്മമൂലം എന്ന്. ധർമ്മത്തിൻ്റെ മൂലം, ധർമ്മത്തിൻ്റെ അടിത്തറ, ധർമ്മത്തിൻ്റെ വേര് വേദമാണ്. വേദം അറിവ്. ശ്രദ്ധിക്കുക. അതാണ് ഭാരതീയ സംസ്കൃതിയുടെ മഹിമ. ഇത് വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ല. വിശ്വാസം വേണം തീർച്ചയായിട്ടും. ആചരണ പദ്ധതികൾ വേണം. പലതരം കഥകളും ഐതിഹ്യങ്ങളും എല്ലാം വേണം. ഇതെല്ലാം ചേർന്നതാണ് ധർമ്മവ്യവസ്ഥ. അതിൽ കഥകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്, ആചരണങ്ങളുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. എങ്കിലും ധർമ്മത്തിൻ്റെ അടിത്തറയായി നിലകൊള്ളുന്നത് ഒരു സംശയമില്ലാതെ പറയാം, അറിവാണ്, ജ്ഞാനമാണ്. അതാണ് വേദോഖിലോ ധർമ്മമൂലം എന്ന് പറയുന്നത്. സമ്പൂർണമായ വേദം, അറിവ്. ഇത് ഈ ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ്. ഇവിടെ നമ്മൾ മറ്റെല്ലാത്തിനും മൂല്യം കൊടുത്തിട്ടുണ്ട്. വിശ്വാസത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്, ആചരണങ്ങൾക്ക് അതിൻ്റെതായ മൂല്യമുണ്ട്. പക്ഷേ അറിവിലധിഷ്ഠിതമാണ് അതെല്ലാം. അറിവിലധിഷ്ഠിതമായിരിക്കണം അതെല്ലാം. അതുകൊണ്ട് നമ്മൾ എന്നും അറിവിനെ പൂജിച്ചു. അത് ജീവിത പദ്ധതിയിലായാലും താത്വികമായിട്ടായാലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവിത പദ്ധതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജാക്കന്മാർ, ചക്രവർത്തിമാർ എവിടെയും ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലുടനീളം രാജാക്കന്മാർ, ചക്രവർത്തികൾ ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിലും ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭാരതത്തിൻ്റെ സവിശേഷത, ഏത് ചക്രവർത്തി സാർവഭൗമനായാലും വിദ്വാനെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. ചിന്തിക്കുക. ഒരു വിദ്വാൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന, അത് സന്യാസിയെന്നോ ഗൃഹസ്ഥനെന്നോ ബ്രഹ്മചാരിയെന്നോ ഒന്നും വ്യത്യാസമില്ല. അറിവുള്ളവരെ, അറിവിനെ ആദരിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ട് വേദോഖിലോ ധർമ്മമൂലം എന്നുള്ളത് കേവലം വേദപുസ്തകം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിത വീക്ഷണത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനമായി അറിവ് നിലകൊണ്ടു. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അത്ഭുതപ്പെടും. നമ്മൾ ഈശ്വര തത്വത്തെ സുസൂക്ഷ്മം അപഗ്രഥിച്ച ബാദരായണനെ പോലുള്ളവർ നമുക്ക് മഹർഷിയാണെങ്കിൽ, ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കാത്ത കപിലനും നമുക്ക് മഹർഷിയാണ്. ഈശ്വരനെ നിഷേധിച്ച ചാർവാകനും നമുക്ക് മഹർഷിയാണ്. എന്നാലോചിച്ച് നോക്കൂ. കപിലൻ തൻ്റെ സാഖ്യദർശനത്തിൽ ഈശ്വരനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഈശ്വരനെ അനുകൂലിക്കുകയോ ഈശ്വരനെ എതിർക്കുകയോ ചെയ്തിട്ടില്ല. ഈശ്വരൻ ഉണ്ടെന്ന് സ്ഥാപിക്കുകയോ ഇല്ലെന്ന് സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. ഈശ്വരനെക്കുറിച്ച് ചർച്ചയെ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് കപിലൻ മഹർഷിയാണ്. ഈശ്വരനെ നിഷേധിച്ച ആളാണ് ചാർവാകൻ. ചാർവാകൻ നമുക്ക് മഹർഷിയാണ്. ഇതാണ് ഭാരതം മുന്നോട്ട് വെച്ച വിചാര സ്വാതന്ത്ര്യം. ഭാരതം മുന്നോട്ട് വെച്ച
ജ്ഞാനവീക്ഷണത്തിൻ്റെ സമഗ്രത. പക്ഷേ അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി. ഈ ജ്ഞാനപ്രഭ ഒട്ടനവധി മറയ്ക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അബദ്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തെറ്റിദ്ധാരണകളും ചൂഷണങ്ങളും എല്ലാം പടർന്നു. വേദവിരുദ്ധങ്ങളായ ദുരാചാരങ്ങൾ സമൂഹ ശരീരത്തെ ഗ്രസിച്ചു. എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും നമ്മൾ അടിമത്തത്തിൻ്റെ ആഴക്കയങ്ങളിലേക്ക് ആട്ടു. ഇത് കേവലം കേരളത്തെ സംബന്ധിച്ചല്ല, ഇത് കേവലം ഏതെങ്കിലും പ്രദേശത്തെ സംബന്ധിച്ചല്ല, ഭാരതത്തെ മൊത്തം ഇത് ഗ്രസിച്ചു. പക്ഷെ നമുക്ക് കാണാൻ കഴിയും, ആ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ പിടിച്ചുയർത്തുന്നതിന് എത്രയോ മഹാപുരുഷന്മാർ രംഗപ്രവേശം ചെയ്തു. ഏതെല്ലാം മേഖലകളിൽ? സംഗീതത്തിൻ്റെ, നൃത്തത്തിൻ്റെ, തത്വചിന്തയുടെ, കലയുടെ, സാഹിത്യത്തിൻ്റെ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മേഖലകളിൽ പരമാചാര്യന്മാർ രംഗപ്രവേശം ചെയ്തു. അവരുടെ ഉദ്ബോധനങ്ങളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ കരുത്തുറ്റ ഒരു സമാജത്തെ രൂപപ്പെടുത്താൻ അവർ യത്നിച്ചു. ആ കൂട്ടത്തിൽ ഓരോ പ്രദേശത്തും നമുക്ക് കാണാം അങ്ങനെയുള്ള മഹാന്മാരുടെ പരമ്പരയെ അഥവാ സ്വാധീന ശക്തിയെ. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്തരം മഹാപുരുഷന്മാരുടെ ഒരു പരമ്പര തന്നെ വന്നു. പേരെടുത്ത് പറയാനിപ്പോൾ പുറപ്പെടുന്നില്ല. കാരണം പേരെടുത്ത് പറഞ്ഞാൽ പലരെയും വിട്ടുപോവുക എന്ന ദോഷം സംഭവിക്കും. എങ്കിലും ചിലരെങ്കിലും പറയാതിരുന്നാൽ അത് കൃതജ്ഞതയുമാകും. അതുകൊണ്ട് ചില എത്തിനോട്ടങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ അയ്യാ വൈകുണ്ഠസ്വാമികളാവട്ടെ, തൈക്കാട്ട് അയ്യാവാകട്ടെ, തൈക്കാട്ട് അയ്യാവിനരികിലേക്ക് ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ എത്തിച്ച സർവസാക്ഷി അമ്മയാവട്ടെ, വേലായുധൻ പണിക്കരാവട്ടെ, ചട്ടമ്പി സ്വാമി തിരുവടികളാവട്ടെ, ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, വേദഗുരു സദാനന്ദ സ്വാമികളാവട്ടെ, ബ്രഹ്മാനന്ദ ശിവയോഗികളാവട്ടെ, ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച വാഗ്ഭടാനന്ദ ഗുരുവാകട്ടെ, രാമാനന്ദ ഗുരുദേവനാകട്ടെ, ശ്രീരാമകൃഷ്ണദേവൻ്റെ നേരെ ശിഷ്യനായിരുന്ന, കേരളത്തിൽ മുക്കിലും മൂലയിലും ഗ്രാമാന്തരങ്ങളിൽ എത്തിപ്പെട്ട് ധർമ്മസന്ദേശ പ്രചരണം ചെയ്ത നിർമ്മലാനന്ദ സ്വാമികളാവട്ടെ, ഒരു പരമ്പര തന്നെ നമുക്ക് കാണാം. പണ്ഡിറ്റ് കറുപ്പനാകട്ടെ, മഹാത്മാ അയ്യങ്കാളിയാവട്ടെ, പറയുമ്പോൾ പലരും വിട്ടുപോകും. ഈ മഹാന്മാരൊരു ഉണ്ടാക്കി തീർത്തൊരു വീര്യമുണ്ടല്ലോ, അവർ പരത്തിയൊരു പ്രഭയുണ്ടല്ലോ, അത് നമ്മുടെ സമാജത്തിൽ വ്യാപിച്ച ഇരുളിനെ വകഞ്ഞു മാറ്റുക തന്നെ ചെയ്തു. ആ കൂട്ടത്തിൽ എന്തുകൊണ്ടും ശുഭാനന്ദ ഗുരുദേവൻ, നമ്മൾ എന്തുകൊണ്ടും ആദ്യം പറയേണ്ട പേരാണ്, പക്ഷെ നേരത്തെ പറഞ്ഞപ്പോൾ അത് വിട്ടിട്ടുണ്ടാവും. ശുഭാനന്ദ ഗുരുദേവൻ അങ്ങനെ പലരുടെയും വിട്ടുപോകും പറയുമ്പോൾ. ആ കൂട്ടത്തിൽ എന്തുകൊണ്ടും പ്രാതസ്മരണീയനായ മഹാപുരുഷനായിരുന്നു, നമുക്കെല്ലാം അറിയാം, ശ്രീനാരായണ ഗുരുദേവൻ. അനന്തമായ നമ്മുടെ ഋഷി പരമ്പരയുടെ സമീപകാലത്തെ അങ്ങേയറ്റം ഉജ്ജ്വലിച്ച ഒരു പ്രഭാപൂരം എന്ന് തന്നെ പറയാം. അത്ഭുതമായിരുന്നു, മഹാത്ഭുതം. തൻ്റെ
ശൈശവത്തിൽ തന്നെ സാമ്പ്രദായികമായ വിദ്യാഭ്യാസം നേടാൻ പരിശ്രമം ആരംഭിച്ചു. ബാല്യത്തിലൂടെ കൗമാരത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് അന്ന് സാമാന്യ വിദ്യാശാലകളിൽ ലഭിക്കുന്ന പരമാവധി പഠിച്ചു കഴിഞ്ഞു. കാവ്യവും അലങ്കാരവും വ്യാകരണവും വൈദ്യവും ന്യായവും ആശാനാവാനുള്ള യോഗ്യതയായി. മറ്റൊരു ഭാഗത്ത് അതിസൂക്ഷ്മ ഉപാസനയിലൂടെ ശ്രീകൃഷ്ണ ദർശനം തുടങ്ങിയ ഇഷ്ടദേവതാ ദർശനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഇത് രണ്ടും നേടിയിട്ടാണ് കൗമാരത്തിൻ്റെ പ്രായം കഴിയുമ്പോഴത്തേക്ക് ആശാനാവാൻ യോഗ്യത നേടുന്നത്. യൗവനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തീർത്തും വിരക്തനായി പരിവ്രാജകനായി നിരന്തരം പരിവ്രജനം ചെയ്ത് സൂക്ഷ്മമായ ഉപാസനകളിലൂടെ സത്സംഗങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നാണു. എത്രയോ മഹാത്മാക്കളുമായി സത്സംഗം നടത്തി. അങ്ങനെ അതിസൂക്ഷ്മമായ ശിവരാജയോഗ വിദ്യയിലേക്ക്, അതിസൂക്ഷ്മമായ നിഗൂഢമായ യോഗ സാധനകളിലേക്ക്, അതിനിഗൂഢമായ വേദാന്ത വിചാര പദ്ധതിയിലേക്ക് അവിടുന്ന് പ്രവേശിച്ചു. അവിടെ നമ്മൾ സർവസാക്ഷി അമ്മയെയും ചട്ടമ്പിസ്വാമി തിരുവടികളെയും തൈക്കാട്ട് അയ്യാവിനെയും എല്ലാം നമിക്കേണ്ടുന്ന സന്ദർഭമാണ്. അതിസൂക്ഷ്മമായ യോഗവിദ്യകളിലൂടെ ഈ ലോകബാഹ്യനായി തീർന്ന് പിന്നെ നമ്മൾ കാണുന്നത് ഈ പരിവ്രജനത്തിനെല്ലാം അപ്പുറത്ത് അതിസൂക്ഷ്മ തപസ്സിലേക്ക് പോകുന്ന ആ രൂപമാണ്. അക്ഷരാർത്ഥത്തിൽ തപസ്സിൻ്റെ ഔന്നത്യത്തിൽ, ഔന്നത്യം എന്നുള്ള പദം മരുത്വാമലയെ സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്. മരുത്വാമലയുടെ മുകളിൽ പിള്ളത്തടത്തിൽ തപസ്സിരുന്ന ആ മഹാൻ സ്വാനുഭൂതി സമ്പന്നനായി സംശയരഹിതമായ ആ പരയുടെ പാല് നുകർന്ന എന്ന് പിന്നീട് താൻ തന്നെ എഴുതിയ അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ടാണ് ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അത് അക്ഷരാർത്ഥത്തിലുള്ള ഇറക്കമാണ്. എന്തിന്? ലോകാനുഗ്രഹത്തിന് വേണ്ടി. അങ്ങനെ അദ്വൈത പ്രതിഷ്ഠിതനായ സംശയരഹിതമായ സ്വാനുഭൂതിയിലേക്ക് ഉയർന്ന ആ മഹാപുരുഷൻ നാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തെ ക്ഷേത്രപ്രതിഷ്ഠയോടുകൂടി തൻ്റെ ലോകസംഗ്രഹ പ്രവൃത്തികളുടെ വലിയൊരു തലം ആരംഭിക്കുകയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഈ സനാതനധർമ്മത്തിൻ്റെ, ഹിന്ദുധർമ്മത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു. വിവിധ തലങ്ങളിൽ. ഇതെല്ലാം ഒരാൾ തന്നെ ചെയ്തതാണോ എന്ന് നമുക്ക് അത്ഭുതം വരും. കാരണം ഒരു ഭാഗത്ത് അതിസൂക്ഷ്മങ്ങളായ വേദാന്ത ഗ്രന്ഥങ്ങൾ രചിക്കുക, അദ്വൈത ചിന്താപദ്ധതിയിലേക്ക് നമ്മളെ ഉയർത്തുന്ന സ്തോത്രകൃതികൾ രചിക്കുക ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും കൃതികളും മന്ത്രശാസ്ത്രത്തിൻ്റെ നിഗൂഢതലങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്ന സ്തോത്രങ്ങളും. ഇനി മറ്റൊരു ഭാഗത്താകട്ടെ അനേക ക്ഷേത്ര പ്രതിഷ്ഠകൾ, അനേകം 30-ലധികം. ആ പ്രതിഷ്ഠകൾ അരുവിപ്പുറത്ത് ആരംഭിച്ച് അങ്ങ് തിരുവനന്തപുരത്തിന് തെക്ക്, വടക്ക് മംഗളൂരിൽ കുദ്രോളി വരെ നീണ്ടു നിൽക്കുന്ന 30-ലധികം ക്ഷേത്ര പ്രതിഷ്ഠകൾ. അതിലൊന്ന് അനുഭവിക്കാനുള്ള സൗഭാഗ്യം കോഴിക്കോടിനും ഉണ്ടായി.
അവസാനിക്കുന്നതോ പ്രണവപ്രതിഷ്ഠയിൽ. ചിലരതിനെ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയാറുണ്ട്. എനിക്കതിനോട് അനുകൂലിക്കാൻ വയ്യ. അവസാനത്തെ പ്രതിഷ്ഠ കണ്ണാടി പ്രതിഷ്ഠയാണെങ്കിൽ അതിനു മുമ്പുള്ളതൊക്കെ കല്ല് പ്രതിഷ്ഠയാണ്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്നറിയില്ല. നമ്മളാരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടോ? അറിയില്ല. പഞ്ചലോഹം കൊണ്ട് പ്രതിഷ്ഠിച്ചാൽ പഞ്ചലോഹ പ്രതിഷ്ഠ നമ്മൾ പറയാറുണ്ടോ? അല്ല, അയ്യപ്പ പ്രതിഷ്ഠ എന്നോ ഭഗവതിയുടെ പ്രതിഷ്ഠ എന്നോ എന്താ പറയുക? ഇവിടെ ശിലാമയമാണ് പ്രതിഷ്ഠ. ഇവിടെ നമ്മൾ ഭഗവാൻ അയ്യപ്പൻ സ്വാമിനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ശാസ്താവിനെയാണ് കാണുന്നത്, അല്ലാണ്ട് കല്ലിനെ അല്ല, വസ്തുവിനെ എല്ലാവരും പറയുക. അതുകൊണ്ട് ഗുരുദേവൻ്റെ അവസാനം ചെയ്ത പ്രതിഷ്ഠ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയണം, പ്രണവ പ്രതിഷ്ഠയാണ്. കണ്ണാടിയിൽ ഓംകാരം ആലേഖനം ചെയ്തതാണത്. ഇനി മറ്റൊരു ഭാഗത്ത് ആശ്രമസ്ഥാപനങ്ങൾ, ക്ഷേത്രസ്ഥാപനങ്ങൾ, ആശ്രമസ്ഥാപനങ്ങൾ, ഗ്രന്ഥരചനകൾ, നിത്യമെന്നോണമുള്ള സമാജവുമായുള്ള ഇടപെടലുകൾ, പ്രഭാഷണങ്ങൾ, വിവിധ വേദികളിൽ അധ്യക്ഷപദങ്ങൾ, അങ്ങനെ സംഭവബഹുലമായ ജീവിതം ഒറ്റ ലക്ഷ്യം മാത്രം നിർവഹിച്ചു. അത് വേദാന്ത ദർശനത്തിൽ ഊന്നിയ സനാതനധർമ്മ സമുദ്ധാരണമാണ്. ഇത് നമ്മൾ പഠിക്കണം. ഏതായാലും ആ പ്രവർത്തനത്തിൽ അതിമഹത്വപൂർണങ്ങളായ അനേക കൃതികൾ അവിടുന്ന് രചിച്ചു. കേവലം ഒരൊറ്റ ശ്ലോകത്തിൽ ഒതുങ്ങുന്ന ധർമ്മം എന്നുള്ള കൃതി മുതൽ അതിബൃഹത്തായ ആത്മോപദേശ ശതകം തുടങ്ങിയ കൃതികൾ, ആ കൂട്ടത്തിൽ വേദാന്ത സൂത്രങ്ങളുണ്ട്. വേദാന്ത സൂത്രങ്ങൾ ശുദ്ധ മലയാളത്തിലും ശുദ്ധ സംസ്കൃതത്തിലും അല്പം തമിഴ് കലർന്ന മലയാളത്തിലും തമിഴിലുമൊക്കെ അവിടുത്തെ കൃതികളുണ്ട്. ആ കൂട്ടത്തിൽ ആകാരത്തിൽ വളരെ ചെറിയ എന്നാൽ വേദാന്തത്തിൻ്റെ സാരസർവസ്വത്തെ നമുക്ക് ബോധിപ്പിക്കുന്ന ഒരു കൃതിയാണ് അദ്വൈത ദീപിക. അതാണ് നമ്മൾ ഇപ്രാവശ്യം ഇവിടെ ചിന്തിക്കാം എന്ന് വെച്ചിട്ടുള്ളത്. ഏതായാലും വളരെ സന്തോഷം. നേരത്തെ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കൃതിയല്ല. എന്നാൽ കട്ടിയാന്ന് വിചാരിക്കുകയും വേണ്ട. കട്ടിയാന്ന് വിചാരിച്ചാൽ പിന്നെ ആരും പഠിക്കില്ലല്ലോ. നല്ലോണം ചവച്ച് ശ്രമിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ മധുരം നമുക്ക് മനസ്സിലാവും. ലളിത മലയാളമാണ്, അതിൽ യാതൊരു സംശയമില്ല. സുലളിത മലയാളമാണ്, സുലളിത മലയാളം. നല്ല മനനം ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഏതായാലും കേവലം 19 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. 19 ശ്ലോകങ്ങൾ. അതിൽ നമുക്ക് ഓരോന്നായി ശ്രദ്ധിക്കാം. ഏതായാലും കൃതി അദ്വൈത ദീപികയാണ്. ദീപിക എന്ന് പറഞ്ഞാൽ ദീപനം ചെയ്യുന്നവൾ, പ്രകാശിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. ദീപിക നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ശബ്ദമാണ് ദീപം, അല്ലേ? ദീപം എന്നുള്ളത് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ശബ്ദമാണ്. എന്താ ദീപം? വിളക്ക്. ദീപത്തിൻ്റെ ധർമ്മം എന്താ? പ്രകാശിക്കുകയുമാണ് പ്രകാശിപ്പിക്കുകയുമാണ്. ദീപത്തിൻ്റെ പ്രകാശധർമ്മം കൊണ്ട് നമ്മൾ ആരും ദീപത്തെ സ്വീകരിക്കാറില്ല. നമ്മൾ ദീപത്തെ സ്വീകരിക്കുന്നത് ദീപത്തിൻ്റെ പ്രകാശകധർമ്മം കൊണ്ടാണ്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ദീപം കൊണ്ട് നമുക്കുള്ള പ്രയോജനം. ആ ധർമ്മത്തെയാണ് നമ്മൾ കാണുന്നത് ദീപത്തിൽ. അപ്പം ദീപനം ചെയ്യുക, പ്രകാശിപ്പിക്കുക, അതാണ് ദീപിക. ദീപിക
നമുക്ക് ദീപകം എന്ന് വേണമെങ്കിൽ നപുംസകത്തിൽ പറയാം, ദീപിക എന്ന് സ്ത്രീലിംഗത്തിൽ പറയാം. അപ്പം ദീപിക ശബ്ദം സ്ത്രീലിംഗത്തിലാണ്. ദീപിക പ്രകാശിപ്പിക്കുന്നവൾ. എന്തിനെ പ്രകാശിപ്പിക്കുന്നവൾ? അദ്വൈതത്തെ. അദ്വൈതം അല്ലാത്തൊരു പദപ്രയോഗമാണ് അദ്വൈതം എന്നുള്ളത്. അദ്വൈതം എന്നുള്ള ശബ്ദമൊന്നും അധികം വിസ്തരിക്കാൻ ഇപ്പോൾ പോണില്ല. നമുക്ക് ക്രമേണ അത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. എങ്കിലും പദാർത്ഥം പറയാതെ ഒരു ഗ്രന്ഥത്തിലേക്ക് കടക്കാൻ പാടില്ല, അങ്ങനെ നിയമമുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി മാത്രം അർത്ഥം പറയാം. ദ്വിധാ ഇതം ഇത് ദ്വൈതം. അപ്പം ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടായത് എന്നാണ്. ദ്വിധാ ഇതം, രണ്ടായി പിരിഞ്ഞതാണ് ദ്വൈതം. അതിൻ്റെ ഭാവമാണ് ദ്വൈതം. രണ്ടെന്നുള്ള ഭാവം ദ്വൈതം. ആ ദ്വൈതത്തെ നിഷേധിക്കുകയാണ് ന ദ്വൈതം അദ്വൈതം. ദ്വൈതമില്ല, രണ്ടായി പിരിഞ്ഞ ഭാവമില്ല എന്ന് നിഷേധിക്കുന്നതാണ് അദ്വൈതം. ഒന്നും മനസ്സിലായില്ലല്ലോ. നോക്കൂ, എന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനശേഷിയോട് കൂടിയവൻ, വിശേഷ ബുദ്ധിയുള്ളവൻ. ഈ അവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്നില്ലാതെ ആരും മനസ്സിലാക്കരുത്. നമ്മൾ പുല്ലിംഗം സ്ത്രീലിംഗം ഒന്നും ഉദ്ദേശിക്കണില്ല. ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസങ്ങളൊന്നും ഇവിടെ കൽപ്പിക്കണില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധിയുള്ള, വിചാരശേഷിയുള്ള മനുഷ്യൻ എന്ന് ആവിർഭവിച്ചോ അന്ന് മുതൽ അവൻ സത്യാന്വേഷിയാണ്. ഒരു സംശയമില്ലാതെ പറയാം. ഞാൻ എൻ്റെ ചുറ്റും കാണുന്ന ഈ വൈവിധ്യപൂർണമായ പ്രപഞ്ചം എന്താണ്? ഇതെവിടുന്നാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു കാര്യമുണ്ടെങ്കിൽ കാരണം ഉണ്ടാവണമല്ലോ. അപ്പോൾ ഈ പ്രപഞ്ചമാകുന്ന മഹാകാര്യത്തിൻ്റെ കാരണം എന്താണ്? ഇതെന്ത്? എന്താണ് ഈ പ്രപഞ്ചം? ഇതിൻ്റെ കാരണം എന്താണ്? ഞാൻ നിരീക്ഷിക്കുമ്പോൾ വ്യക്തമായൊരു നിയമക്രമം ഇവിടെ ഉള്ളതായി കാണുന്നു. ഇന്ന ദേശത്തിന് ഇന്നത്, ഇന്ന കാലത്തിന് ഇന്നത് എന്ന തോതിൽ വ്യക്തമായ നിയമക്രമങ്ങൾ ഇവിടെയുണ്ട്. നിയമക്രമങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായും നിയാമകനുണ്ടാകണം. ആരാണിതിൻ്റെയൊക്കെ നിയാമകൻ? ആരാണിതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? ഈ ജഗത്ത് എന്ത്? ജഗത്തിൻ്റെ കാരണമെന്ത്? ജഗത്തിൻ്റെ നിയന്താവാര്? ഇപ്രകാരമൊക്കെ ചിന്തിക്കുന്ന ഞാനാര്? ആരാ ഞാൻ? ഞാൻ ഈ ശരീരത്തിലിരിക്കുന്നു. ഞാൻ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ഉള്ള ആളാണ്. പക്ഷെ ഇതൊന്നും അല്ലല്ലോ ഞാനിതിലൂടെയൊക്കെ പ്രവർത്തിക്കുകയല്ലേ. ഞാൻ കണ്ടുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു. പക്ഷെ ആര് ഞാൻ കണ്ണോ ചെവിയോ മൂക്കോ അല്ലല്ലോ. അപ്പം ഞാൻ ആര്? ചുരുക്കി പറയട്ടെ, ജഗത്ത്, ഈശ്വരൻ, ജീവൻ, ഈ മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ച് എന്നും മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ട്, ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് ആത്യന്തികമായ സത്യം എന്നുള്ള മനുഷ്യൻ്റെ അന്വേഷണത്തിൽ നിന്നാണ് ലോകത്തിൽ എല്ലാ ശാസ്ത്രങ്ങളും ഉരുത്തിരിഞ്ഞത്. ഈ അന്വേഷണത്തിൽ നിന്നാണ് എല്ലാ തത്വചിന്തകളും ഉരുത്തിരിഞ്ഞത്. ശ്രദ്ധിക്കുക, എല്ലാ ശാസ്ത്രങ്ങളും, എല്ലാ തത്വചിന്തകളും. ശാസ്ത്രം എന്ന് പറയുമ്പോൾ ആരും ടെക്നോളജി കാണരുതേ, ആരും ടെക്നോളജി കാണരുത്.
ശുദ്ധശാസ്ത്രമാണ് ഉദ്ദേശിച്ചത്. ടെക്നോളജി എന്ന് പറയുമ്പോൾ അപ്ലൈഡ് സയൻസാണ്, പ്യുവർ സയൻസ് അല്ല. ഈ സത്യാന്വേഷണം അവിടെ പല പല നിഗമനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. പല നിഗമനങ്ങളിലേക്ക്. ഈ പദാർത്ഥങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചമഖിലവും. പദാർത്ഥത്തിൻ്റെ അതിസൂക്ഷ്മ കണികയാണ് അണു എന്നുള്ളത്. അങ്ങനെ അണുക്കൾ ചേർന്ന് പദാർത്ഥങ്ങൾ ചേർന്ന് ഈ പ്രപഞ്ചവും നിർമ്മിക്കപ്പെട്ടു. അതിന് പിന്നിലൊരു പ്രത്യേകം ശക്തിവിശേഷമൊന്നും ചിന്തിക്കപ്പെടേണ്ടതില്ല. അത് സ്വാഭാവികമായ പരിണാമത്തിനനുസരിച്ച് സംഭവിക്കുന്നതാണ്. അങ്ങനെയല്ല, ഇത് ആവിർഭവിക്കണമെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു ഇച്ഛാശക്തി വേണം. ആ ഇച്ഛാശക്തി ഈശ്വരനാണ്. അങ്ങനെ ഈശ്വരനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ശക്തിയും ദ്രവ്യവും എന്നുള്ള രണ്ടിൽ നിന്നാണ് ഇതൊക്കെ ആവിർഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ പല പല ചിന്താ പദ്ധതികൾ ഈ ഭാരതത്തിലെ ഋഷിമാർ മുന്നോട്ട് വെച്ചു. പല ചിന്താ പദ്ധതികൾ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വികസിച്ച പല തത്വചിന്താ പദ്ധതികൾ ഇതിൻ്റെ പല അംശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. അതിൽ മുഖ്യമായി കാണപ്പെടുന്നതും കാണുന്നതും രണ്ടല്ല. ഈശ്വരനും ജീവനും ഈ ജഗത്തും പലതല്ല. ആത്യന്തികമായി സത്യം ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ചിന്താപദ്ധതി. ആ ചിന്താപദ്ധതിക്കാണ് അദ്വൈതം എന്ന് പറയുന്നത്. രണ്ട് എന്നുള്ളതിനെ, രണ്ടാണ് എന്നുള്ളതിനെ അത് നിഷേധിക്കുന്നു. രണ്ടില്ല എന്ന് സമർത്ഥിക്കുന്നു. അതാണ് അദ്വൈതം. പക്ഷേ ഈ അദ്വൈതത്തെ ഗ്രഹിക്കാൻ, ധരിക്കാൻ ബഹുഭൂരിഭാഗം പേർക്കും കഴിയില്ല. കാരണം കാണുന്ന ഞാനുണ്ടല്ലോ, കാണപ്പെടുന്ന പ്രപഞ്ചമുണ്ടല്ലോ, അനുഭവിക്കപ്പെടുന്നത് ഉണ്ട് എന്നുള്ളത് സത്യമായിരിക്കെ എങ്ങനെ ഒന്നെന്ന് പറയും? എന്ന് മാത്രമല്ല, ഞാൻ ജനിച്ച് മരിക്കുന്നതാണ്. ഞാൻ അല്പശക്തിയാണ്. ഞാൻ അല്പവ്യാപിയാണ്. ഞാൻ ദേശകാലങ്ങളാൽ പരിമിതനാണ്. ഇത്ര വയസ്സ് വരെ പരമാവധി ജീവിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ മരിച്ചു പോകും. അപ്പം അതുകൊണ്ട് സർവശക്തിയായിരിക്കുന്നൊരു ഈശ്വരൻ വേറെ ഉണ്ട്, സർവജ്ഞനായിരിക്കുന്നൊരു ഈശ്വരനുണ്ട്, സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരനുണ്ട്. ഞാൻ അല്പശക്തിയും അല്പവ്യാപിയും അല്പജ്ഞനുമാണ്. ഒരിക്കലും ഈശ്വരനും ജീവനും ഒന്നല്ല. ഇങ്ങനെയുള്ള ചിന്താപദ്ധതിയാണ് ദ്വൈതം. എന്നാൽ ശരിയാണ്, വ്യവഹാരത്തിൽ ഈ പറഞ്ഞ ഭേദങ്ങളൊക്കെയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഭേദങ്ങളൊക്കെ കേവലം വ്യവഹാരത്തിൽ മാത്രമാണ്, പരമാർത്ഥത്തിൽ ഇല്ല. പരമാർത്ഥത്തിൽ സത്യം ഏകമാണ്, അദ്വൈതമാണ്. ഈ ചിന്താപദ്ധതിയാണ് അദ്വൈതം. ഈ പേര് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾക്ക് അനുഭവത്തിലുള്ള, ആവർത്തിക്കട്ടെ, നമ്മൾക്ക് അനുഭവത്തിലുള്ള ദ്വൈതമണ്ഡലത്തെ ഞാനും നീയും, അഥവാ ഞാനും ജഗത്തും, ഞാനും ഈശ്വരനും, അപ്പോൾ ഈശ്വരൻ, ജീവൻ, ജഗത്ത് എന്നുള്ളതായ ദ്വൈതമണ്ഡലത്തെ അംഗീകരിക്കുന്നു. അംഗീകരിച്ച ശേഷം നല്ലപോലെ വിചാരം ചെയ്ത് ഇത് പരമാർത്ഥത്തിലുള്ളതല്ല, ഇത് കേവലം വ്യാവഹാരിക തലത്തിലേ ഉള്ളൂ, പരമാർത്ഥ തലത്തിൽ ഈ ഭേദമില്ല എന്നുള്ള ആ ദർശനമാണ് അദ്വൈത ദർശനം. ഈ അദ്വൈതത്തെ പ്രകാശിപ്പിക്കുന്നതാണ് അദ്വൈത ദീപിക.
ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്താപദ്ധതി 100% അദ്വൈത ചിന്താപദ്ധതിയാണ്. സത്യം രണ്ടില്ല. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യങ്ങളിലൂടെ വേദത്തിൻ്റെ സാരം അദ്വൈതമാണെന്ന് സമർത്ഥിച്ചു. അതേ സമർത്ഥനമാണ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ കൃതികളിലൂടെ ചെയ്തിട്ടുള്ളത്. വള്ളി പുള്ളി മാറ്റമില്ല. രണ്ടാമതൊന്നില്ലാത്ത ഏക സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. എപ്രകാരം ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ കൃതികളിലൂടെ ചെയ്തോ, തൻ്റെ ഉപദേശങ്ങളിലൂടെ ചെയ്തോ, അതേപോലെ അദ്വൈതമായ സത്യത്തെ വെളിപ്പെടുത്തുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ഉപദേശങ്ങളിലൂടെ, തൻ്റെ കൃതികളിലൂടെ ചെയ്തത്. ആ മഹാപുരുഷന്മാർ അദ്വൈത നിഷ്ഠയിൽ സുപ്രതിഷ്ഠിതരായിരുന്നു. അദ്വൈത നിഷ്ഠയിൽ സുപ്രതിഷ്ഠിതരായിരുന്നു. ഒരൽപ്പം വ്യതിചലനമില്ലാതെ സ്വയം അദ്വൈത നിഷ്ഠയിൽ ഉറച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഏത് തലത്തിലേക്കും പോയി ആവശ്യമുള്ള സേവനങ്ങൾ മുഴുവൻ, വെളിച്ചം വിതറൽ മുഴുവൻ അവിടുന്ന് നിർവഹിച്ചു. 2 പേരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ സമാനത നമുക്ക് കാണാം. എത്ര സ്തോത്രകൃതികളാണ് എഴുതിയത്, എത്ര ആചാര അനുഷ്ഠാന സമ്പ്രദായങ്ങളെയാണ് ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ സമാജത്തെ പിടിച്ചുയർത്താൻ വേണ്ടി അതത് കാലഘട്ടത്തിൽ സമാജം ഇരുന്ന തലത്തിലേക്ക് ഇറങ്ങിപ്പോയി ക്രമികമായി ആ അദ്വൈതബോധത്തിൻ്റെ നെറുകയിലേക്ക് ശ്രുതിയുക്തി അനുഭവങ്ങൾക്കനുസൃതമായി ഉയർത്തുകയാണ് ശങ്കരാചാര്യസ്വാമികളായാലും ശ്രീനാരായണ ഗുരുദേവനായാലും ഒരുപോലെ ചെയ്തത്. എന്തായാലും ഈ അദ്വൈതത്തെ നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ല തന്നെ, ഏകം സത്, സത്യമായതൊന്നേ ഉള്ളൂ. നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ല തന്നെ. ഏകമേവ അദ്വിതീയം, രണ്ടാമതൊന്നില്ലാത്ത ഏകം എന്ന് ശ്രുതി വേദം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ ആ അദ്വൈത ബോധത്തെ പറഞ്ഞ് 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 ഉറപ്പിക്കുകയാണ് ഈ കൃതിയിൽ ചെയ്യുന്നത്. ആവർത്തനമാണ്, ആവർത്തിച്ച് ഉറപ്പിക്കുക. നമുക്ക് തോന്നും എന്തിനാ ഇങ്ങനെ പറഞ്ഞത് തന്നെ പറയണത് നമുക്ക് തോന്നും വായിക്കുമ്പോൾ. അതോടെ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഉപനിഷത്ത് ഭാഷ്യത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഇതെന്തൊരു അത്ഭുതമാണ് ഈ മായ എന്നുള്ളത്. ഇന്ന് വരെ ആരും നമ്മളോട് നീ ശരീരമാണെന്ന് ഉപദേശിച്ചിട്ടില്ല. നമ്മുടെ അമ്മയോ അച്ഛനോ ഗുരുനാഥന്മാരോ ആരെങ്കിലും നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ടോ? നീ ശരീരമാണെന്നുണ്ടോ? ഓർമ്മിച്ച് നോക്കൂ. ഉണ്ടോ? എന്താ അഭിപ്രായം? ഇല്ലല്ലോ, നമ്മളുടെ ആരും ഉപദേശിച്ചിട്ടില്ല. എന്നാൽ വേദം ആവർത്തിച്ച് ഉപദേശിക്കുന്നു, നീ ശരീരമല്ല, നീ സച്ചിദാനന്ദമാണെന്ന് വേദം ആവർത്തിച്ച് ഉപദേശിക്കുന്നു. എന്നിട്ടും ഈ ജനങ്ങൾ ഈ ജഡമായിരിക്കുന്ന വസ്തുവെ തന്നെ ഞാനെന്ന് മനസ്സിലാക്കണമല്ലോ, ഇതെന്തൊരു അത്ഭുതം അത് എന്ന് ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ, ഉപനിഷത്ത് ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി അങ്ങോട്ട് ഉറപ്പിച്ച് വെച്ചതായതുകൊണ്ട് വീണ്ടും 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 പറഞ്ഞത് തന്നെ പറഞ്ഞ് ഇതാണ് നിൻ്റെ സ്വരൂപം എന്ന് ഗുരുനാഥൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അദ്വൈതത്തെ വെളിപ്പെടുത്തുന്ന ഒരു കൃതിയാണ് അദ്വൈത ദീപിക. അദ്വൈത പദാർത്ഥമൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ചിന്തിക്കേണ്ടതായിട്ട് വരും. അധികം മുഖവുര പറഞ്ഞിരുന്നാൽ പിന്നെ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കൽ ഉണ്ടാവില്ല. അതുകൊണ്ട് പതുക്കെ പ്രവേശിക്കുകയാണ്. നോക്കൂ, പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിൽ
ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിതു കിനാവുണരും വരേക്കും നേരാമുണർന്നളവുണർന്നവനാമശേഷം. എല്ലാവരുടെ കയ്യിലും ഇത് പ്രിൻ്റ് ചെയ്ത സാധനമുണ്ട്. അതൊക്കെ ഇതിൻ്റെ സംഘാടകർ എത്തിച്ചിട്ടുണ്ട് നമുക്ക്. അപ്പം നമുക്കത് ചൊല്ലി പഠിക്കാനും ഈ കൂട്ടത്തിൽ പാട്ടുപാടാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനോഹരമായിട്ട് പാടാൻ പറ്റുമത്. ഞാനാറ്റ പാടുകയാണെങ്കിൽ നമുക്ക് പിരിച്ചു വിടാനേ പറ്റുള്ളൂ. ഇത് തീർന്ന് പിരിഞ്ഞു പോകണമെങ്കിൽ ചിദാനന്ദ ഗുരുസ്വാമി എന്ന് പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ വിജയിക്കും. അല്ലാതെ വയ്യ. പാടാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം, പാടാം. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. പേരായിരം പ്രതിഭയായിരമിങ്ങി വറ്റിലാരാലിഴും വിഷയമായിരമാം പ്രപഞ്ചം. ഒന്ന് ചൊല്ലിക്കൂടെ? പേരായിരം പ്രതിഭയായിരമിങ്ങി വറ്റിലാരാലിഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിതു കിനാവുണരും വരേക്കും നേരാമുണർന്നളവുണർന്നവനാമശേഷം. ഓരായികിൽ നേരിതു കിനാവുണരും വരേക്കും നേരാമുണർന്നളവുണർന്നവനാമശേഷം. പേരായിരം, പേര് ആയിരം, പ്രതിഭ ആയിരം. ഇങ്ങ്, ഇതാണ് ഇങ്ങുള്ള സ്ഥിതിയാണ് അപ്പോൾ പറഞ്ഞത്. ഇവറ്റിൽ ആരാൽ വിഷയം ആയിരമാം പ്രപഞ്ചം എഴും. ഇതാണ് വസ്തുത. എന്താ അത് മനസ്സിലായില്ലല്ലോ? പറയാം. ഓരായികിൽ നേര് ഇത്, ഓരായികിൽ ഇത് നേര്. ആഹാ, ഏതുപോലെ? കിനാവ് ഉണരും വരേക്കും നേരാം. കിനാവ് ഉണരുന്നവരേക്കും നേരാം. എന്നാ ഉണർന്നു കഴിഞ്ഞാലോ? ഉണർന്ന അളവ് ഉണർന്നവനാം അശേഷം. നോക്കൂ, പേരായിരം. ഈ ആയിരം എന്ന് പറഞ്ഞാൽ ആയിരം നല്ല അർത്ഥം. ആയിരം എന്നുള്ള ശബ്ദം മലയാളത്തിലായാലും സംസ്കൃതത്തിലായാലും ഒക്കെ തന്നെ സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം എന്നല്ല. പിന്നെന്താ? അനവധി, എണ്ണമറ്റത്, വളരെയധികം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരം എന്ന് പറയുക. നമ്മളങ്ങനെ 100, 1000 എന്നൊക്കെ പറയാറുണ്ടില്ലേ? എനിക്കൊരു 100 പണിയുണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞാൽ എത്ര പണിയാ? 100 പണിയാ? അത് 100 പണി എന്നുള്ള അർത്ഥത്തിലല്ല, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പണിയുണ്ടെന്നാ 100. അല്ലാണ്ട് 100 എന്നുള്ള അർത്ഥത്തിലല്ല അത്. 99 പണി കഴിഞ്ഞല്ലോ, ഇനി എത്ര പണിയുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പറയല്ലേ. 100 എന്നുള്ള അർത്ഥത്തിലല്ല, അനേകം, വളരെയധികം എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെയാണ് 1000 എന്ന് പറയുക. ഭഗവാൻ 1000 തല ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹസ്ര ശീർഷ പുരുഷ. ഭഗവാൻ 1000 തലയാ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 999 + 1 = 1000 എന്നല്ല, മറിച്ച് എണ്ണമറ്റ ഈ പ്രപഞ്ചത്തിലെ എല്ലാ തലകളും ഭഗവാന്റെ തലകളാണെന്ന അർത്ഥം, എണ്ണമറ്റത്. അപ്പോൾ പേരായിരം. ഈ അദ്വൈതം നല്ലോണം പ്രകാശിക്കണമെങ്കിൽ, ദീപിക പ്രവർത്തിക്കണമെങ്കിൽ ഈ ഹാളിലേക്ക് വരുമ്പോൾ മൊബൈൽ ഫോണിനൊക്കെ ബോധം കെടുത്തണം. അതിനുള്ള ചില മരുന്നുകളൊക്കെ ഉണ്ട്. അങ്ങനെ ബോധം കെടുത്തിയാൽ പിന്നെ അതിന് ശബ്ദം ഉണ്ടാവില്ല. പിന്നെ ഇത് കഴിഞ്ഞ് പുറത്ത് പോയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രയോഗം ചെയ്യണം, എന്നാലേ ദീപിക പ്രകാശിക്കൂ, ഇല്ലെങ്കിൽ പ്രകാശിക്കില്ല. അപ്പോൾ ഈ 2 മണിക്കൂർ അത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു വസ്തും വരാനില്ല. അത് നമുക്ക് വയ്യാച്ചാൽ പിന്നെ എന്താ അദ്വൈത പിന്നെ? അതുകൊണ്ടൊരു കുഴപ്പമില്ല. 2 മണിക്കൂർ അവനെ ബോധം കെടുത്തി വെക്കുക. ചിലർക്കത് അറിയില്ല, അപ്പോൾ അത് കുട്ടികളുടെ അടുത്ത് കൊടുത്താൽ മതി, അവർ ശരിയാക്കി തരും.
ശരി. അപ്പം പേരായിരം, ആയിരക്കണക്കിന് നാമങ്ങൾ. നാമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ എപ്പോഴും രൂപവും നിൽക്കും. നാമരൂപങ്ങൾ എപ്പോഴും ഒന്നിച്ചാ, അല്ലേ? അങ്ങനെയല്ലേ പതിവ്? നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ പെട്ടെന്ന് അയാളുടെ രൂപവും നമുക്ക് ഓർമ്മ വന്നു. അല്ലെങ്കിൽ രൂപം കണ്ടു വെച്ചാൽ ഉടനെ അയാളുടെ പേര് ഓർമ്മ വന്നു. ഇത് വ്യക്തിയെ സംബന്ധിച്ച് മാത്രമല്ല, വസ്തുക്കളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഇന്നതില്ല. ഈ പ്രപഞ്ചം മുഴുവൻ, ഈ സംസാരം മുഴുവൻ നാമരൂപാത്മകമാണ്. നാമം, രൂപം, പേര്, പിന്നെ രൂപവും. ഇതിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നത്. എല്ലാം ഈ സംസാരത്തിൻ്റെ സാരം നാമരൂപങ്ങളാണെന്ന് പറയാം. ഇപ്പോൾ ഒരാൾ സ്വാമി ചിദാനന്ദപുരി എന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും വലിയ തെറി പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. എന്താ തെറി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. തെറിയാന്ന് കണക്കാക്കണത്. അപ്പം എനിക്ക് ദേഷ്യമായി. പലപ്പോഴും ഈ തെറിയെന്ന് കണക്കാക്കുന്ന ശബ്ദങ്ങൾ ശുദ്ധമായി ചിന്തിച്ചാൽ തെറിയല്ല, ആണോ? എന്താ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇപ്പം എന്നെ ഒരാൾ മുഖത്ത് നോക്കിയിട്ട് പട്ടീന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. ഒന്നും കൂടി ഗ്രേഡ് കൂട്ടിയിട്ട് പട്ടിയുടെ മകനേന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. എനിക്ക് ഉറപ്പാണ് ഞാൻ മനുഷ്യനാണ്. ഞാൻ ഒരിക്കലും പട്ടിയല്ല. അതുകൊണ്ട് അയാളുടെ കണ്ണിന് കാര്യമായ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള സഹതാപവും, സാധിക്കുമെങ്കിൽ അയാളെ ഒരു കണ്ണ് ഡോക്ടറെ കാണിക്കണം എന്നുള്ള ചിന്തയും മാത്രമേ എൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ. തുറന്നു പറയുകയാണ്, എനിക്ക് ദേഷ്യം ഉണ്ടാവില്ല അയാളോട്. കാരണം ആർക്കാ കുഴപ്പം? ഈ മനുഷ്യരൂപമുള്ള എന്നെ കണ്ടിട്ട് അയാൾക്ക് തോന്നുകയാണ് ഇത് പട്ടിയാണെന്ന്. ആർക്കാ കുഴപ്പം? എനിക്കാണോ അയാൾക്കാണോ? ആർക്കാ കുഴപ്പം? അവിടെ എനിക്ക് ദേഷ്യം പിടിക്കില്ല. അക്കാര്യത്തിൽ ദേഷ്യം പിടിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ കള്ളത്തരാ. മറിച്ച് ഇങ്ങനെ ഒരാൾ വിളിച്ചാൽ എനിക്ക് ദേഷ്യം പിടിക്കില്ല, ഉറപ്പാണ്. കാരണം പാവം, ഈ മനുഷ്യരൂപമായിട്ടുള്ള എന്നെ കണ്ടിട്ട് അയാൾക്ക് അങ്ങനെയാണല്ലോ തോന്നണത് എന്നേ ഞാൻ ചിന്തിക്കൂ. മറ്റു രീതിയിൽ ചിന്തിക്കില്ല. എന്നാലും എനിക്കാണ്ട് സങ്കല്പിക്കുക, ദേഷ്യം പിടിച്ചു എന്നാണ്ട് സങ്കല്പിക്കാമല്ലോ, അതിന് വിരോധമില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പേരിനോടുള്ള താതാത്മ്യം മാറാനാണ് ആദ്യം ഒരു പ്രാവശ്യം പേര് മാറ്റിയത്. അത് കഴിഞ്ഞ് സന്യാസ ദീക്ഷ സ്വീകരിച്ചപ്പോൾ ഒന്നും കൂടി മാറ്റി. എൻ്റെ ജീവിതത്തിൽ അതിനിടയ്ക്ക് ഒന്നുണ്ടായിട്ടുണ്ട് കേട്ടോ, ഇനി അതും പറയാം. അതിനിടയ്ക്ക് ഒരു പേര് മാറ്റിയിട്ടുണ്ട്. എന്തിനാ പേര് മാറ്റണേ? പേരിനോടുള്ള താതാത്മ്യം ഇതല്ല ഞാൻ എന്ന് അനുസന്ധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് സ്വാമി ചിദാനന്ദപുരി എന്നുള്ള പേര് എനിക്ക് കിട്ടിയത് 1989. 1989 ഫെബ്രുവരിയിൽ. അതുവരെ സ്വാമി ചിദാനന്ദപുരി ഇല്ല. എന്നാൽ അതിൻ്റെ 2 കൊല്ലം മുമ്പ് സ്വാമി ചിദാനന്ദൻ എന്ന് കിട്ടിയിട്ടുണ്ട്. പുരി ഇല്ലാന്നേ ഉള്ളൂ. പുരിയില്ല, പുരി പിന്നെ വന്നതാ. അപ്പം എന്തിനാണ് ഇങ്ങനെ പേരുകൾ മാറ്റിയത്? ഈ പേരല്ല ഞാൻ പേരല്ല. പേരെന്നുള്ളത് വ്യവഹാരസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള, തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള ഒന്ന് മാത്രമാണ്. നമുക്കൊക്കെ അതിനല്ലേ പേരിട്ടത്? അല്ല, പേരാണോ നമ്മൾ? അല്ലല്ലോ, ഉറപ്പല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ പേരാന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അല്ലല്ലോ. എന്നെ തിരിച്ചറിയാൻ വേണ്ടിയുള്ളൊരു ഉപാധിയാണ് പേര്. അത് നമുക്ക് അനായാസേന 3 പ്രാവശ്യം മാറ്റാം. ഗസറ്റ് വിജ്ഞാപനം കൊടുത്ത് 2 പ്രാവശ്യം ഇനി നിങ്ങൾക്കൊക്കെ മാറ്റാം. പിന്നെ മാറ്റണമെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. പിന്നെ എന്തൊക്കെയോ പ്രൊസീജിയർ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറുണ്ട്. ഇതിന് ഒരു കോംപ്ലിക്കേഷനും ഇല്ല, എളുപ്പം മാറ്റാം 2 പ്രാവശ്യം. അപ്പം നമുക്ക് ഇത് ഞാനല്ലെന്ന് അറിഞ്ഞിട്ടും പേരിനോടുള്ള താതാത്മ്യം നോക്കൂ. നമ്മുടെയൊക്കെ പേരുകൾ അമ്മയോ അച്ഛനോ രണ്ടാളും കൂടി സ്റ്റണ്ട് കൂടിയിട്ടോ, അല്ലെങ്കിൽ ഗുരുനാഥനോ, അല്ലെങ്കിൽ കണ്ണ് കണ്ട പുസ്തകങ്ങളൊക്കെ നോക്കി ലോകത്തിൽ ആർക്കും ഇല്ലാത്ത പേര് ഏതാണെന്നൊക്കെ നോക്കി പേരിടുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്ന് പറഞ്ഞു, സ്വാമി ആർക്കും ഇല്ലാത്തൊരു പേര് പറഞ്ഞു തരണം കുട്ടിക്ക്. ഞാൻ പറഞ്ഞു, പിന്നെ എന്നോട് ചോദിക്കണ്ട, നിങ്ങൾ ഇട്ടോളൂ. അവരുടെ ഡിമാൻഡ് അത് ആർക്കും ഇല്ലാത്ത പേര് വേണമെന്നാണ്. അപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇതെന്താ സാധനം എന്ന് അല്ലേ? ആലോചിച്ച് നോക്കൂ. ആർക്കും ഇല്ലാത്തൊരു പേര് വേണം സ്വാമി. എനിക്ക് വയ്യാതിടാൻ.
ആർക്കെങ്കിലും ഉള്ളതേ എനിക്കിടാൻ അറിയുള്ളൂ. ഞാൻ ആയിരക്കണക്കിന് കുട്ടിയൊക്കെ പേരിട്ടിട്ടുണ്ട്, ആയിരക്കണക്കിന് പേരിട്ടിട്ടുണ്ട്. എത്ര കുട്ടിയൊക്കെ ആ പേരിട്ടതെന്ന് അറിയില്ല. അപ്പോൾ പേര് മറ്റൊരാൾ നമ്മളിൽ കൽപ്പിച്ചതാണ്, പക്ഷേ അതിനോട് സത്യത്വ ബുദ്ധി. പേരിനോട് ചേർന്ന് ഉടനെ രൂപം വരും, രൂപസങ്കല്പം. രൂപവും നമുക്ക് ദിവസം തോറും മാറുന്നതാണ് അല്ലേ? ഇപ്പോൾ 22 കൊല്ലമായി ഇവിടെ ചിദാനന്ദപുരി സ്വാമി പ്രഭാഷണം എന്ന് പറഞ്ഞു. ആരെടുത്തെങ്കിലും 22 കൊല്ലം മുമ്പുള്ള നോട്ടീസ്, അതിൻ്റെ എന്തെങ്കിലും ചിത്രങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. എന്ത് മാറ്റം വന്നു! അന്ന് നരച്ചിട്ടേ ഇല്ല, ഇന്നിപ്പോൾ ഒക്കെ നരയാണ്. 22 കൊല്ലം എന്ന് പറഞ്ഞാൽ അന്നുള്ള ഒരു കോശം പോലും ഇതിലില്ല. കാരണം 12 കൊല്ലം കൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും മാറും. ദിവസവും ലക്ഷക്കണക്കിന്, ആഴ്ചയിൽ കോടിക്കണക്കിന് കോശങ്ങളാണ് ചത്തുപോണത്. അത്ര തന്നെ ജനിക്കുന്നുമുണ്ട്. ജനിക്കണേൻ്റെ തോത് കുറയുക എന്ന് വരുമ്പോൾ ജര ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ കഷ്ടി ബാധിക്കാൻ തുടങ്ങുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. ബാധിച്ചിട്ടില്ല. ജര ബാധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അടുത്ത ആൾ ഇങ്ങനെ ഏന്തി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അടുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനെ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നിത്യവും മാറിക്കൊണ്ടിരിക്കുന്ന രൂപം. ഇനി മാറുന്നില്ലാച്ചോളൂ. നമുക്ക് ഈ രൂപം ബോധിപ്പിക്കുന്നത് ആരാ? നമുക്ക് രൂപം ബോധിപ്പിക്കുന്നത് ആരാ? സ്വാമി അത് ബുദ്ധിയാണ്, സമ്മതിച്ചു. എന്നാലും നമ്മൾ രൂപം കാണുന്നത് പ്രകാശം കൊണ്ടല്ലേ. ഈ പ്രകാശത്തിൻ്റെ സ്രോതസ്സോ സ്വാമി ഇവിടെ ഇലക്ട്രിസിറ്റിയാണ്. ആയിക്കോട്ടെ, നമ്മെ സംബന്ധിച്ച് പ്രകാശത്തിൻ്റെ സ്രോതസ്സ് സൂര്യനാണ്. നമ്മെ സംബന്ധിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാട്ടോ. നമ്മുടെ എല്ലാ പ്രകാശത്തിൻ്റെയും സ്രോതസ്സ് സൂര്യനാണ്. സോളാർ എനർജി മാത്രമല്ല, നമുക്ക് കിട്ടുന്ന എല്ലാം സൂര്യൻ്റെ ഊർജത്തിൻ്റെ വകഭേദങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അത് പ്രകാശിപ്പിക്കുന്നു. അതിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അന്ധകരണമൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നു. നമുക്ക് രൂപജ്ഞാനമുണ്ടാകുന്നു. ഇത് രൂപമാണ്, ഇത് ശബ്ദമാണ്. ഈ നാമരൂപങ്ങളെ കൊണ്ടാണ്, ശബ്ദം, രൂപം എന്നിവയെ കൊണ്ടാണ് ഈ പ്രപഞ്ചം, ഈ സംസാരം മുഴുവൻ പ്രകാശിക്കുന്നത്. ആണല്ലോ? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം. പേരായിരം. പേരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നാമം, രൂപം രണ്ടും വരും. ഈ പേര് കേൾക്കുമ്പോൾ, അഥവാ രൂപം കാണുമ്പോൾ, അഥവാ ഇവയെക്കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ ഉടനെ അന്ധകരണത്തിൽ പ്രതിഭ. പ്രതിഭ എന്നുള്ളതിന് ഇവിടെ പ്രതിവിഷയം ഉണ്ടാകുന്ന ഭാനം എന്നർത്ഥം എടുത്താൽ മതി. പ്രതിഭ, കാവ്യത്തിലുള്ള പ്രതിഭ ഇവിടെ എടുക്കണ്ട. കാവ്യത്തിൽ പ്രതിഭ എന്ന് പറഞ്ഞാൽ നവനവോന്മേഷശാലിനി ബുദ്ധി അഥവാ പ്രജ്ഞാപ്രതിഭ എന്ന നിർവചനം. കാവ്യത്തിലൊക്കെ പറയുമ്പോൾ പ്രതിഭ എന്ന് പറഞ്ഞാൽ നവനവോന്മേഷശാലിനി ബുദ്ധി അഥവാ പ്രജ്ഞാപ്രതിഭ. ഈ കലാകാരന്മാരുടെയൊക്കെ പ്രതിഭ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? കവിത എഴുതുന്ന ആൾക്കാരുടെ ഇപ്പോൾ ചർച്ചാ വിഷയം തന്നെ ഇപ്പോൾ അതാ. നാട്ടുകാരൊക്കെ നന്നായി തോന്നുന്നു. സാഹിത്യ ചർച്ചയൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട് ഇപ്പോൾ നാട്ടിൽ ഇല്ലേ? അതെ, ഈ മൊത്തം ഒരു സാഹിത്യ ചർച്ചയിലാണ് അപ്പോൾ നമ്മൾ കേരളമുള്ളത്. ഒരു ഭാഗത്ത് പരമപവിത്രമദാമി മണ്ണിൽ, വേറൊരു ഭാഗത്ത് വേടൻ. ഇതൊക്കെ സാഹിത്യ ചർച്ചയല്ലേ? നല്ലതാണ്. നമ്മളൊന്നിന് അനുകൂലം പ്രതികൂലം അല്ല. ഒന്നിന് അനുകൂലം പറഞ്ഞിട്ടില്ല, പ്രതികൂലവും പറഞ്ഞിട്ടില്ല. ചിദാനന്ദപുരി സ്വാമിയുടെ അഭിപ്രായം ഒന്നിലും പറഞ്ഞിട്ടില്ല, ആരെ സംബന്ധിച്ചും പറഞ്ഞിട്ടില്ല. പക്ഷെ ചർച്ചകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം നമ്മൾ സാഹിത്യത്തിലേക്കൊക്കെ ആയി ചർച്ച, സമാജത്തിൻ്റെ ചർച്ച സാഹിത്യത്തിലേക്കാവുക എന്ന് പറയുമ്പോൾ സമാജം അത്രയും ഉയർന്നു എന്നർത്ഥം. എന്ത് ചർച്ചയാണ്? ഇപ്പോൾ സാഹിത്യത്തിൽ ഈ പ്രതിഭ എന്ന് പറഞ്ഞാൽ നവനവോന്മേഷശാലിനി പ്രജ്ഞ, പുതിയ 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 ഉന്മേഷത്തോടു കൂടി പുതിയ പുതിയ ആശയങ്ങൾ പ്രകാശിക്കുന്നതിനാണ് പ്രതിഭ എന്ന് പറയുക. അല്ലാണ്ട് പഴയത് തന്നെ ആവർത്തിച്ച് പറയണതല്ല പ്രതിഭ. അതായത് സെക്കൻഡിൽ പുതിയ പുതിയ ആശയങ്ങൾ വരണം, അതിനാണ് പ്രതിഭ എന്ന് പറയുക. അങ്ങനെയാണ് ചിത്രകാരന്മാർ ചിത്രം വരയ്ക്കുന്നത്, അങ്ങനെയാണ് ശില്പികൾ ശില്പം ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് സാഹിത്യകാരന്മാർ സാഹിത്യ രചന ചെയ്യുന്നത്. കലാകാരന്മാർ ഏത് കലയായാലും ആവിഷ്കരിക്കുന്നത് അങ്ങനെയാണ്. പ്രതിഭയെ നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ കലയെ, സാഹിത്യത്തെ
നമുക്ക് ആദരിക്കാൻ കഴിയൂ? എൻ്റെ ഗുരുനാഥൻ പാടിയ പോലെ തന്നെ ഞാനും പാടണമെന്ന് പറഞ്ഞാൽ പിന്നെ ഗുരുനാഥൻ തന്നെ പാടിയാൽ പോരെ, നീ പാടണം. അപ്പോൾ എൻ്റെതായ സംഗതികൾ ഞാൻ കൂട്ടിച്ചേർക്കുമ്പോൾ അത് എൻ്റെ പാട്ടായി. പക്ഷേ ഗുരുനാഥൻ പഠിപ്പിച്ച രാഗം താളം അതിൽ മാറ്റമില്ല. ആ രാഗതാളങ്ങളുടെ ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെതായ സംഗതികളെ ഞാൻ കൂട്ടുമ്പോൾ എൻ്റെ പാട്ടിൻ്റെ മഹിമയായി. ഞാൻ പഠിപ്പിച്ചത് തന്നെ എൻ്റെ ശിഷ്യൻ പാടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ ഗുരുവല്ല. മറിച്ച് ശിഷ്യൻ്റെതായ സംഗതികളെ കൂട്ടി ശിഷ്യൻ പാടുമ്പോൾ അത് അടുത്ത തലമുറയിലേക്ക് വികസിതമായി. അതാണ് പ്രതിഭ. എന്നാൽ ഇവിടെ ആ അർത്ഥത്തിലല്ല. പിന്നെ ഇവിടെ ഏതർത്ഥത്തിലാണ്? ഒരു ശബ്ദം കേൾക്കുമ്പോൾ, ഒരു രൂപം കാണുമ്പോൾ, ഒരു വസ്തുജ്ഞാനം നമുക്കുണ്ടാവുന്നുണ്ടെങ്കിൽ പ്രതിവിഷയം ഭാനം ഉണ്ടാവുന്നുണ്ട്. ഭാനം പ്രകാശം. ഇത് ഒരു നിലവിളക്കാണ്. ആ നിലവിളക്കിൽ എണ്ണ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ അത് പടിതിരി കത്താൻ തുടങ്ങും. ഒന്നുകിൽ കെടുത്തി വെക്കണം, അല്ലെങ്കിൽ എണ്ണ ഒഴിക്കണം. എന്താണ് കണ്ടപ്പോൾ തോന്നിയതാണ് ഇപ്പോൾ അത് ഇല്ലേ? അതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അയാൾക്കും തോന്നി. അതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഏതൊരു വിഷയം ശബ്ദ രൂപഭാവത്തിൽ എന്തിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴും ഒട്ടനെ അതിൻ്റെ ഭാനം നമുക്കുണ്ടായി. ഇത് മനുഷ്യനാണ്, ഇതൊരു മൈക്രോഫോണാണ്. അങ്ങനെ ആയിരക്കണക്കിന് അറിവുകൾ നമ്മളിൽ ഓരോ നിമിഷവും ഉണ്ടാവുകയാണ്. ഈ അറിവുകളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല വിഷയം. ഉണ്ടാവുകയാണല്ലോ. ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ എന്താ മറുപടി? ഇപ്പോൾ ഇവിടെ ഇത് ശരിയാണ്, അത്രേ പറയാനൊക്കൂ. ഇപ്പം നമ്മൾ സൂര്യപ്രകാശത്തിലാണല്ലോ കാണുന്നത്, ഇല്ലേ? നമ്മൾ പരസ്പരം കാണുന്നത് സൂര്യപ്രകാശത്തിലാണ്. ഇപ്പം നമ്മൾ കാണുന്ന സൂര്യൻ ഇപ്പോൾ ഉള്ള സൂര്യനാണോ അല്ലയോ? എന്ത് പൊട്ടത്തരായി സ്വാമി ചോദിക്കണത്? അതെന്നെ ചോദിക്കണം. ഇപ്പം നമ്മൾ കാണുന്ന സൂര്യൻ ഇപ്പോൾ ഉള്ളതാണോ അല്ലയോ? അല്ല. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട് നമ്മളിൽ നിന്ന് പ്രതികരണമുണ്ടായി ഇത് സൂര്യനാകുന്നു എന്ന ബോധം വരുമ്പോഴത്തേക്ക് മൈക്രോ സെക്കൻഡ്സ് വീണ്ടും കൂടും. അപ്പം ഇപ്പം നമ്മൾ കാണുന്ന സൂര്യൻ 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനാണ്. കാരണം സൂര്യനിൽ നിന്ന് വെളിച്ചം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ 8 മിനിറ്റ് പിടിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ പലതും എന്നോ ചത്തുപോയവയാണ്. അത്രയും പ്രകാശവർഷങ്ങൾക്ക് ദൂരെ നിന്ന് പ്രസരിപ്പിക്കപ്പെട്ട വെളിച്ചം നമ്മളിലേക്ക് എത്തുമ്പോഴത്തേക്ക് മിക്ക നക്ഷത്രങ്ങളും ചത്തുപോയിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോഴുള്ള നക്ഷത്രങ്ങളുണ്ട് നമ്മൾ കാണുന്നതിൽ. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ കാണുന്നൊരു ഒരു ഒരു നക്ഷത്രപ്രഭ ഇപ്പോൾ ഉള്ളതാണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുന്ന് വന്ന വെളിച്ചമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചിലപ്പോൾ അത് കത്തി തീർന്നിട്ടുണ്ടാവും ആ നക്ഷത്രം, നമുക്കറിയില്ല. ഇപ്പം കാണുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇപ്പം കാണുന്നത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ശരിയാന്ന് പറയാം, അല്ലാതെ ശരിയാന്ന് പറയാൻ പറ്റില്ല. വേദാന്ത വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് ഈ അലാത ചക്ര ദൃഷ്ടാന്തമൊക്കെ പറയാറുണ്ട്. തീക്കൊള്ളി അമിത വേഗതയിൽ കറക്കിയാൽ ഒരു അഗ്നി കൊണ്ടുള്ള ഒരു ഗോളം കാണാൻ പറ്റും, ഒരു വൃത്താകാരം കാണാൻ പറ്റും എന്ന് പറയും. അപ്പോൾ അവിടെ അഗ്നി കൊണ്ടുള്ളൊരു വൃത്താകാരം കാണുന്നു, അത് ശരിയാണോ തെറ്റാണോ, അത് ഉണ്ടോ ഇല്ലയോ? എന്താ അഭിപ്രായം? ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഇനി ഇതേ സാധനമാണ് പഴയ സിനിമകൾ, ഇപ്പോഴത്തെ അല്ല കേട്ടോ, പഴയ സിനിമകൾ. കാരണം ഇന്നത്തെ സിനിമ ഈ ഫിലിമൊന്നും വെച്ചിട്ടല്ലല്ലോ, നമുക്കറിയാമല്ലോ. എന്നാലും ടെക്നോളജി അത് തന്നെയാണ്, സെയിം ടെക്നോളജിയാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഫിലിമാകുമ്പോൾ നമുക്കത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. നമ്മളൊക്കെ സ്കൂളിൽ ഈ ഇടയ്ക്കുള്ള ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോണൊരു സ്ഥലമായിരുന്നു സിനിമാ ഹാൾ.
അടുത്ത 2ാം ബെല്ലടിച്ച് ക്ലാസ് കയറുന്ന സമയമാകുമ്പോഴത്തെ തിരിച്ചെത്തും. എന്താ സമയം കൊണ്ടുള്ള പരിപാടി എന്ന് ചോദിച്ചാൽ, പുതിയ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ കുറേ ഫിലിമുകൾ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടാവും പുറത്ത്. ഇത് പെറുക്കാനാണ് പോണത്. അപ്പോൾ അടിയൊക്കെ ഉണ്ടാവും കിട്ടാൻ വേണ്ടിയിട്ട്. അതെ, അങ്ങനെ എത്ര ഫിലിം കിട്ടണോ അതുകൊണ്ട് ഓടുകയാണ് പിന്നെ സ്കൂളിലേക്ക്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് പരീക്ഷണങ്ങൾ, ഈ ബൾബ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് ഒരു കോർക്ക് ഇട്ടിട്ട് അടച്ചിട്ട് ഇപ്പുറത്തുനിന്ന് ടോർച്ച് അടിച്ചിട്ട് ഈ ഫിലിം വെച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്ത് ചുമരുമ കാണിക്കുക. ഇതൊക്കെയാണ് പരിപാടികൾ കുട്ടികളാവുമ്പോൾ. അപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതിൽ തൻ്റെ പ്രിയപ്പെട്ട നടൻ അല്ലെങ്കിൽ നടി, സത്യൻ, ശാരദ, ഷീല ഒക്കെ ഇങ്ങനെ ചുമരുമ്പൽ ഇങ്ങനെ വരും. പക്ഷെ അവർക്ക് ചലനമില്ല, ഒന്നുമില്ല. ഇതെന്താണിപ്പോൾ ഇത്? ഇതേ സാധനം തിയേറ്റർ, സിനിമകളിലോ ടോക്കീസ് കാണുമ്പോഴോ സുഖമായി, ദുഃഖമായി, സന്തോഷമായി, സങ്കടമായി, സ്റ്റണ്ടായി, സെക്സായി, എന്ത് സന്തോഷം. കാരണം നമ്മളെ മുമ്പിൽ ഒരു ജീവിതം, തലമുറകളുടെ ജീവിതം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. നമ്മളതിൻ്റെ ഭാഗമാവുകയാണ്. ആ നായകൻ്റെ സുഖദുഃഖങ്ങളിൽ നമ്മളും പങ്കാളിയാവുകയാണ്. അല്ലേ? ശരിയല്ലേ പറഞ്ഞേ? ചിലപ്പോൾ കരഞ്ഞിട്ടൊക്കെ ആ സിനിമ വളർന്ന് പുറത്തു വരിക. നല്ല സിനിമയായിരുന്നു സ്വാമി, എന്താ ഞാൻ കുറേ കരഞ്ഞു. എടാ, നിനക്ക് അല്ലെങ്കിൽ തന്നെ കരയാൻ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കരയണോ? എന്തൊരു സങ്കടം ആലോചിച്ചൊക്കെ ഒന്ന് ചിരിച്ചു പറഞ്ഞ സന്തോഷം. ഞാൻ വല്ലാതെ കരഞ്ഞു സ്വാമി, നല്ല സിനിമയാണ്. ദയവ് ഇത് പോയി ചിരിക്കടാ, പോയി കരയാണ്ട്. കാരണം ഞാൻ അവിടെ താതാത്മ്യപ്പെട്ട് നായകൻ്റെ കൂടെ, നായികയുടെ കൂടെ ജീവിക്കുകയായിരുന്നു ഒരു 2.5 മണിക്കൂർ നേരം. ഒരു ബന്ധമില്ലാത്ത കുറേ ഫിലിമുകൾ, ആയിരക്കണക്കിന് ഫിലിമുകൾ അമിത വേഗതയിൽ കറങ്ങിയപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ജീവിതത്തിൻ്റെ നൈരന്തര്യമുണ്ടായി. അതെനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഇത്ര തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളൂ, അല്ലാന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? നമ്മുടെ വിഷയങ്ങളെ അപഗ്രഥിക്കുന്ന മനസ്സിൻ്റെ, ഇന്ദ്രിയങ്ങളുടെ, അവയെ പിന്നിൽ നിന്നുകൊണ്ട് താങ്ങുന്ന മസ്തിഷ്ക വ്യവസ്ഥയുടെ വേഗത അല്പം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും? എന്താ അഭിപ്രായം? ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. പക്ഷേ വന്നാൽ നമുക്ക് മനസ്സിലാവും, ഇത് ഒരു ഫിലിം റോള് പ്രൊജക്ടറിലിട്ട് പതുക്കെ നീക്കിയാൽ എന്താണോ രംഗം അതുപോലെ ആയിരിക്കും നമ്മൾ. എന്താ മോൻ്റെ പേരെന്താ? ഒരു 10 മിനിറ്റ് കൊണ്ട് ആ കേശവൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞത്. അതെ, ആ കുട്ടിക്ക് എന്താ ബുദ്ധിയില്ലേ? ബുദ്ധിയുണ്ട്. മനസ്സില്ലേ? മനസ്സുമുണ്ട്. പിന്നെ എന്താ പറ്റിയത്? മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ചേർന്നുള്ള പ്രവർത്തനത്തിൻ്റെ സന്തുലിതത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി നല്ലൊരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് കൊണ്ടുപോയി അയാളെ ചികിത്സയ്ക്ക് വിധേയാക്കും. ഡോക്ടർ പറയും കുറച്ച് മരുന്ന് കഴിക്കണം, എന്നിട്ട് മസ്തിഷ്കത്തിലുള്ള സ്രവങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, എന്നാൽ നേരെയാവും. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, മോൻ്റെ പേരെന്താ? കേശവൻ. പ്രശ്നം മാറി. ഇതുപോലെ തന്നെയാണ് രൂപവും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. നമ്മുടെ കണ്ണ് ലക്ഷക്കണക്കിന് ഫ്രെയിമുകൾ ഒരു സെക്കൻഡിലെടുക്കും. 10,000 ഫ്രെയിമുകൾ ഒരു സെക്കൻഡിലെടുക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ കണ്ണിനുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾക്കൊരു നൈരന്തര്യമുണ്ട്. കാരണം എത്ര പേർക്ക്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ പറയണ ഒന്നൊക്കെ ചെയ്യൂ. മിക്കവാറും എല്ലാവരുടെ മൊബൈൽ ഫോണുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ഈ കൂട്ടത്തിൽ എല്ലാവരുടെ അടുത്തും ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളതിൽ വീഡിയോ സെറ്റിങ്സ് പോവുക. വീഡിയോ സെറ്റിങ്സ് പോയിട്ട് മാക്സിമം ഫ്രെയിം പെർ സെക്കൻഡ് ആക്കി വെക്കുക. എത്രയാണോ നിങ്ങളെ സെറ്റിലുള്ളത് എനിക്കറിയില്ല. 60-120 ഒക്കെ ഉണ്ടെങ്കിൽ 60-120 ആക്കി വെക്കുക.
ഫ്രെയിം പെർ സെക്കൻഡ് FPS. എന്നിട്ട് അമിത വേഗതയിൽ കറങ്ങുന്നൊരു ഫാനിലേക്ക് അത് വീഡിയോ വെച്ച് നോക്കൂ. ഇപ്പോൾ ചെയ്യേണ്ട കേട്ടോ, അത് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ നമ്മളെ ശ്രദ്ധ മാറിപ്പോകും. അതൊരു ഹെലികോപ്റ്ററിൻ്റെ ചിറകുകളായാലും കൊള്ളാം, ഇനി സാധാരണ ഈ വിമാനങ്ങളുടെ എന്താ പറയേണ്ടത് എൻജിൻ്റെ കറങ്ങുന്നതായാലും കൊള്ളാം. അതിലേക്ക് നോക്കിയാൽ മതി, അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കണ കാണാം. സ്റ്റില്ലായിട്ടുള്ള എടുക്കാൻ പറ്റും ഫോട്ടോ. സുഖമായിട്ട് കറങ്ങുന്ന ഫാൻ്റെ സ്റ്റിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ മാക്സിമം ഫ്രെയിം പെർ സെക്കൻഡ് കൂട്ടി വെക്കണം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പം നമ്മുടെ കണ്ണ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ് ചേർന്ന് പ്രവർത്തിച്ചിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഫ്രെയിം പെർ സെക്കൻഡ് എടുക്കാൻ കഴിയുന്നത് കൊണ്ട് നമുക്കൊരു നൈരന്തര്യം വരുന്നു. അല്ലാച്ചാൽ നമ്മളൊരാൾ നടക്കണത് എങ്ങനെയാണ് കാണുകയെന്നറിയോ? ആകെ പ്രശ്നവും. നമ്മളൊരു വാഹനത്തിൻ്റെ ചക്രം കറങ്ങുന്നുണ്ടെങ്കിൽ ചക്രം അങ്ങ് നീങ്ങണ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആകെ വട്ടുപിടിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ മനുഷ്യൻ്റെ സിസ്റ്റം ഒരു പ്രത്യേക രീതിയിലാക്കി തീർത്തിട്ട് നമ്മുടെ ഇന്നത്തെ വ്യവഹാര ലോകത്തിനനുസൃതമായി ഉണ്ടാക്കി തീർത്തിരിക്കുക. അല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെയാണെന്ന് ആരും പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ സമ്മതിക്കില്ല. ഇപ്പോൾ ഇങ്ങനെയാണെന്ന് പറയാം, ഇവിടെ എങ്ങനെയാണെന്ന് പറയാം, അല്ലാതെ എല്ലായിടത്തും എപ്പോഴും ഇങ്ങനെയാണെന്ന് പറയരുത്. പറയുന്ന അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക. ഒരു പ്രത്യേക വിധാനത്തിൽ ശബ്ദ രൂപങ്ങളെ ഗ്രഹിക്കാനുള്ള ഒരു വ്യവസ്ഥ മനുഷ്യനിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ ലോകത്തെ നമ്മളിങ്ങനെ കാണുന്നത്, ഇങ്ങനെ അനുഭവിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ മണക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ അനുഭവിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ രുചിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ അനുഭവിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ സ്പർശിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ അനുഭവിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെയാണ് ലോകം എന്ന് ആരും പറഞ്ഞേക്കരുത്. നമ്മുടെ അനുഭവത്തിൽ ഇങ്ങനെയാണെന്നേ പറയാവൂ. മനസ്സിലായോ? ഈ പരീക്ഷണം ഒന്ന് ചെയ്തോളൂ, ഇന്ന് തന്നെ പോയി ചെയ്തു നോക്കൂ. എങ്കിൽ അതുപോലെയാണ് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ 5 മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ശ്ലോകത്തിലേക്ക് തിരിച്ചു വരാം. പേരായിരം പ്രതിഭയായിരം. പേരെന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് നാമവും രൂപവും. ആ നാമരൂപങ്ങളെ അറിയുന്ന സമയത്ത് നമ്മളിലുണ്ടാകുന്ന ഭാനമാണ് പ്രതിഭ. എത്ര പ്രതിഭ ഉണ്ടെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് പ്രതിഭ ഉണ്ട് നമ്മളിൽ. ഓരോ ദിവസവും നമ്മൾ എത്ര അറിയണമെന്ന് പറയാൻ പറ്റില്ല, അത്ര അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഇതാണ് ഈ സംസാരം. ഈ അങ്ങ് എന്നൊക്കെയുള്ള പദങ്ങളെ വെച്ചിട്ടുള്ള കളി ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിൽ നമുക്ക് കാണാം. ഗുരുദേവൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ദൈവദശകമാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പഠിക്കാം, ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്. പോരാ, എവിടെ? കൈവിടാതിങ്ങ് ഞങ്ങളെ. ഈ അങ്ങ് എന്നുള്ള വ്യത്യാസം ഉണ്ടായത് കൊണ്ടല്ലേ പ്രാർത്ഥിക്കേണ്ടി വന്നേ? അത് ഗുരുദേവൻ്റെ സ്വരൂപസ്തുതിയിലല്ല, അത് കുട്ടികൾക്ക് വേണ്ടി എഴുതി കൊടുത്തതാണ് ഗുരുദേവൻ അനുഗ്രഹ ബുദ്ധിയോടുകൂടി. ഈ അങ്ങ് എന്നുള്ള ദ്വൈതം ഉള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടി വന്നത്. അപ്പം ഇങ്ങാണ് അങ്ങ് കൈവിടാതെ രക്ഷിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പേരായിരം പ്രതിഭയായിരം ഇതാണ് വസ്തുത. ആണല്ലോ? ഇതല്ലേ സംസാരം? നമുക്കൊക്കെ നമ്മുടേതായ രൂപങ്ങൾ, നമ്മുടേതായ പേരുകൾ, നമ്മുടേതായ സാമ്രാജ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇവറ്റിൽ ആരാൽ എന്ന് പറഞ്ഞാൽ ആരാധ് എന്നാണ് സംസ്കൃത രൂപം. ആരാത്ത് എന്നുള്ള സംസ്കൃത രൂപം മലയാളത്തിലാവുമ്പോൾ ആരാൽ എന്നാവും. ആരാൽ എന്ന് പറഞ്ഞാൽ അടുത്ത്, പെട്ടെന്ന്, രണ്ടർത്ഥങ്ങളാണ്. അല്ലാണ്ട് മലയാളത്തിലെ ആരാൽ എന്നുള്ള ചോദ്യമല്ല. സംസ്കൃതത്തിലെ ആരാധ് എന്നുള്ള ശബ്ദമാണ് ആരാൽ എന്ന് മലയാളത്തിലാവുന്നത്. ഗുരുദേവൻ വളരെയധികം ഉപയോഗിക്കുന്നൊരു ശബ്ദമായത്. നമ്മളിവിടെ ജനനി നവരത്ന മഞ്ജരി പഠിച്ചിട്ടുണ്ട് മുമ്പ്, അതിലും ആരാൽ എന്നുള്ള പദപ്രയോഗമുണ്ട്. രണ്ടർത്ഥമാണ്, ഒന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ അരികെ.
അപ്പോൾ ഇവിടെ അരികെ എന്നുള്ള അർത്ഥം നമുക്ക് സ്വീകരിക്കാം. ആരാൽ എഴും നിലനിൽക്കും എന്ത്? വിഷയമായിരമാം പ്രപഞ്ചം. ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർന്ന ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു. എവിടെ? ഇവിടെ. എവയാൽ? നാമരൂപങ്ങളാൽ. പേരായിരം പ്രതിഭയായിരം. ഈ പേരായിരം കൊണ്ട്, പ്രതിഭയായിരം കൊണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു. എങ്ങനെയുള്ളതാണ് ഈ പ്രപഞ്ചം? വിഷയമായിരമാം പ്രപഞ്ചം. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ 5 ഉള്ളൂ. എന്നാൽ ഈ 5ൻ്റെ ചേർച്ച കൊണ്ട് ആയിരം വിഷയങ്ങൾ. എത്ര വിഷയങ്ങളെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ വയ്യ. അപ്പം നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു വസ്തുവെ നമ്മൾ ഒരു രൂപത്തിൽ ഗ്രഹിച്ചു ഒരു പ്രായത്തിൽ, കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ വേറെ രൂപത്തിൽ ഗ്രഹിച്ചു, അതിനെ തന്നെ വേറെ രൂപത്തിൽ ഗ്രഹിച്ചു. ഇല്ലേ? ശരിയല്ലേ? അതെ. ഒരു വസ്തു നമ്മുടെ ദൃഷ്ടിക്കനുസരിച്ച് ആ വസ്തുവിൻ്റെ പ്രയോജനം മാറുമ്പോൾ അതിൻ്റെ വിഷയത്വം മാറുകയാണ്. വടി ഒരാൾ കൊത്തിപ്പിടിക്കാൻ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചോളൂ, അതേ വടി വേറെ ആളെ തല്ലാൻ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചോളൂ, അതേ വടി വേറൊരാളെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചു എന്ന് വിചാരിച്ചോളൂ. 3 വിഷയത്വമാണ്. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി പാകം ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന മനോഭാവം, നമ്മൾ സ്വയം കഴിക്കാൻ വേണ്ടി അതേ ചോറെടുക്കുമ്പോഴുള്ള മനോഭാവം, നമ്മുടെ മരിച്ചുപോയ അച്ഛനോ അമ്മയ്ക്കോ തർപ്പണം ചെയ്യാൻ വേണ്ടി അതേ വസ്തു എടുക്കുമ്പോഴുള്ള മനോഭാവം 3 അല്ലേ? അല്ല, വസ്തുവോ? വസ്തു ഒന്നാണ്. അപ്പോൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന പ്രപഞ്ചം അത് 1000 വിഷയങ്ങളുടെ പ്രപഞ്ചമാണ്. 1000 അനേകത്വത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള പ്രപഞ്ചം വിസ്തൃതമായിരിക്കുന്നു. ഏതിനെ കൊണ്ട്? നാമരൂപങ്ങളെ കൊണ്ട്. പേരായിരം. പേരെന്ന് പറഞ്ഞാൽ എപ്പോഴും രൂപവും നിൽക്കുന്ന ഓർമ്മിക്കുക അതിൻ്റെ കൂടെ. അപ്പം നാമരൂപങ്ങൾ, അവയിൽ നിന്നുണ്ടാകുന്ന പ്രതിഭകൾ, പ്രതിവിഷയമുണ്ടാകുന്ന ഭാനങ്ങൾ. ഇത് അഗ്നിയാണ്, ഇത് വെള്ളമാണ്, ഇത് വായുവാണ്, ഇത് ആകാശമാണ്. ഇനി അതിൽ തന്നെ കോടാനുകോടി വകഭേദങ്ങൾ. എന്നാലോചിച്ച് നോക്കൂ. ഇത് കുടിക്കാനുള്ളതാണ്, ഇത് ശുദ്ധീകരിക്കാനുള്ളതാണ്, ഇത് കുളിക്കാനുള്ളതാണ്. ഒരേ വെള്ളമാണ്, ഒരേ വെള്ളം, ഒരേ അഗ്നി. ഇത് ഭക്ഷണം പാചകം ചെയ്യാനുള്ളതാണ്, ഇത് ശത്രുവിൻ്റെ വീട് കത്തിക്കാനുള്ളതാണ്, ഇത് തണുപ്പകറ്റാനുള്ളതാണ്, ഇത് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ശരീരം ഭസ്മീകരിക്കാനുള്ളതാണ്. അഗ്നിയുടെ പ്രയോഗം മാറിയില്ലേ? ഇത് തന്നെ അഗ്നി ഭഗവാനെ പൂജിക്കാനുള്ളതാണ്, അവിസർപ്പിക്കാനുള്ളതാണ്. ഹോമകുണ്ഡത്തിലായപ്പോൾ ഇത് തന്നെ വയറ്റിലായപ്പോഴോ ഇത് ദഹിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ പ്രതിഭ മാറുന്നു. പ്രതിവിഷയമുണ്ടാകുന്ന ഭാനം, അതാണ് പ്രതിഭ. പേരായിരം പ്രതിഭയായിരം ഇങ്ങ് ഇവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം. ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർന്ന ഈ പ്രപഞ്ചം എൻ്റെ മുമ്പിൽ വികസിതമായി. ഇതാണ് സംസാരം. വ്യക്തമാണല്ലോ? നമ്മൾ ഒന്നിച്ച് പോണേ. എവിടെയെങ്കിലും പോകാൻ വിഷമമുണ്ടെങ്കിൽ പറയണം. എന്നിട്ട് പറയാണ്, ഈ സംസാരത്തെ നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചിട്ട് ഗുരുദേവൻ പറയാണ്, ഓരായികിൽ നേരിത്. ഓരായികിൽ, ഓരുക, ചിന്തിക്കുക, വിചാരം ചെയ്യുക. ഓരായികിൽ, വിചാരം ചെയ്യാഞ്ഞാൽ, ചിന്തിക്കാഞ്ഞാൽ നേരിത്. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മിക്കവാറും ഓരാതെ ജീവിക്കുന്നവരാ. കാരണം ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വിഷമായി. നമ്മളിപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നൊരണു വ്യതിചലനം നമുക്ക് ഇഷ്ടമല്ല. വേദാന്തം കേൾക്കണതൊക്കെ ശരി തന്നെ. സ്വാമി കൊല്ലത്തിൽ വന്ന് പറഞ്ഞ് പൊയ്ക്കോളൂ. എന്നാൽ സ്വാമിക്കൊരു ഗുണം, ഞങ്ങൾക്കൊരു ഗുണം, നേരം പോക്ക് 2 കൂട്ടർക്കും. അതിൽ കവിഞ്ഞ് നമ്മളിതിൻ്റെ ചിന്തയിൽ വിചാരത്തിലേക്കൊന്നും നമ്മൾ പോകണില്ല. കാരണം പ്രശ്നമാണ്. നമ്മളിപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്ന പലതിനെയും തിരുത്തേണ്ടി വരും. ഒരു
പെൺകുട്ടി ആശ്രമത്തിൽ വന്നു. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഒരു 30-35 വയസ്സുണ്ട്. എന്നാലും നമുക്ക് പറയുക, ഒരു കുട്ടി പറയുക. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, അവർ വിവാഹം കഴിഞ്ഞു, സുന്ദര എന്തൊക്കെയാണ് പറയുക, സ്വപ്നങ്ങളൊക്കെ നെയ്ത് അങ്ങനെയാണ് വിവാഹത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ നിൻ്റെതെല്ലാം എനിക്കുള്ളതാണ്, എൻ്റെതെല്ലാം നിനക്കുള്ളതാണെന്നൊക്കെ അവർ സങ്കല്പിച്ചു. അങ്ങനെ എവിടെയോ പോയി പച്ച കുത്തി, എവൻ്റെ പേര് കയ്യിൽ. എന്തായാലും ഇപ്പോൾ ഡിവോഴ്സായി കഴിഞ്ഞു, വേർപിരിഞ്ഞു, ഡിവോഴ്സ് കഴിഞ്ഞു, ഒഫീഷ്യൽ ഡിവോഴ്സ് കഴിഞ്ഞു, കോടതിയിൽ നിന്ന് വിജ്ഞാപനമൊക്കെ വന്നു. പക്ഷേ ഈ പച്ച കുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതെന്ത് ചെയ്യും? അത് സാരമില്ല, അത് മായ്ക്കാം. അങ്ങനെ ഇനി മായ്ക്കാൻ എന്താ വിദ്യ എന്നായി. അങ്ങനെ നല്ലൊരു ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു, ഈ പച്ച കുത്തിയത് അതും സാധാരണ പച്ച കുത്തലല്ലത്. സാധാരണ ഈ 3 ലെയേഴ്സായിട്ടുള്ള നമ്മുടെ എൻഡോഡേർമിസും കഴിഞ്ഞിട്ടുള്ള തലാണെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്റിക് സർജറിയൊക്കെ മതി. പക്ഷേ ഇത് വല്ലാത്ത പച്ച കുത്തലാണ്. അപ്പോൾ ഇത് പോണെങ്കിൽ നമ്മൾ തുടയുന്ന മാംസം ഇതെടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് തൽസ്ഥാനത്ത് വെച്ച് ഒരു സർജറി ചെയ്യണം. വിജയിക്കുന്ന ഉറപ്പൊന്നുമില്ല. അതിനേക്കാൾ നല്ലത് കുറേ കൂടി അങ്ങോട്ട് കരിവാരി തേച്ച പോലെ ആക്കിയിട്ട് അങ്ങോട്ട് ഇതാണ്ട് പേര് വെട്ടിയാൽ പോരെ, അങ്ങനെയും മതി. പനിക്കും സാധ്യത ഉണ്ട്, അത്രയേ ഉള്ളൂ. 2 ദിവസം പനിക്കുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ആകെ കൂടി ഈ കുട്ടി എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷനായിട്ടാണ് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ വന്നത്. നമ്മൾ നല്ലത് അതാണ്. എന്ത് ഇത് കീറിയൊക്കെ മുറിച്ച് തുടയെന്നൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ വിഷമമല്ലേ? അതിനേക്കാൾ നല്ല ചതുരത്തിൽ നീളത്തിൽ അങ്ങോട്ട്. പക്ഷെ ഒരു കയ്യിൽ മാത്രം വെച്ചാൽ ഒരു ബോറാകില്ലേ? സ്വാമി എന്തിനാ കുട്ടീനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട്? അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഒരു സിമട്രി വേണ്ടേ മനുഷ്യൻ്റെ ശരീരമാകുമ്പോൾ? അപ്പോൾ അതുകൊണ്ട് ഈ കയ്യിലും കൂടി അതുപോലെ ഒരു ചതുരത്തിൽ വെച്ചാൽ തർക്കേടില്ല എന്നാ എൻ്റെ അഭിപ്രായം. അത് 2 കയ്യിലൊക്കെ കുത്തണമെങ്കിൽ വിഷമല്ലേ സ്വാമി? എന്നാൽ പിന്നെ നല്ലൊരു പ്ലാസ്റ്റിക് സർജറി ചെയ്ത് നോക്കൂ. വിജയിക്കുകയാണെങ്കിൽ നന്നായില്ലോ. ഇതെന്തൊരു സ്പെഷ്യൽ പച്ചകുത്തലാണത്രേ. ദേവി ഇതിവിടെ ആരെങ്കിലും കുത്തുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കുത്തരുതേ, സാധാരണ കുത്തിയാൽ മതി, എന്നാൽ കുഴപ്പമില്ല. എന്തൊരു സ്പെഷ്യൽ കുത്തുണ്ട് അത്ര, ചിലവ് കൂടിയ പരിപാടിയാണ്. എന്താണെന്ന് ആര് കണ്ടു? അത് എത്ര ലേഴ്സാണ് പോവാന്നറിയില്ല. കഴിയുന്നത് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോവരുതേന്ന് ദയവ് ഇതൊരപേക്ഷ. ഞാനൊരു ആളെ പരിചയപ്പെട്ടു, അമേരിക്കനാണ്. ഈ പ്രാവശ്യം ഈ കൊല്ലം പോയപ്പോൾ അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, ഈ കക്ഷി ഏതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. സ്ഥലത്ത് എത്തിപ്പെട്ടത് മുതൽ ഇയാളുടെ കൂടെ ആൾക്കാരാണ് നിരീക്ഷിച്ചുകൊണ്ട്. അവരടുത്ത് തോക്കുമുണ്ട്, തോക്കും പിടിച്ച ആൾക്കാരാണ്. ഇയാളുടെ ഓരോ ചലനവും അവർ നിരീക്ഷിക്കുകയാണ്. ഇയാൾക്ക് ഒരു വസ്തു മനസ്സിലായില്ല. ചുരുക്കി പറഞ്ഞാൽ ഇയാൾ ഭയവിഹ്വലനായിട്ട് ദിവസങ്ങൾ എങ്ങനെയൊക്കെയാണ് കഴിച്ചു കൂട്ടി ആ സ്റ്റേറ്റിൽ നിന്ന് മാറി വേറെ സ്റ്റേറ്റിലെത്തിയിട്ടാണ് സമാധാനമായത്. പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇയാളുടെ ദേഹത്തൊരു പച്ചകുത്തലുണ്ട്. ആ പച്ചകുത്തൽ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഒരു പ്രത്യേക ഗാങ്ങിൻ്റെ അടയാളമാണ്. ഇതൊന്നും പാവത്തിന് അറിയില്ല. ഇയാൾ ഒരു ഗാങ്ങിലും പെട്ട ആളല്ല. അപ്പോൾ ഒരു പ്രത്യേക ഗാങ്ങിൻ്റെ അടയാളമാണ് വലത്തെ കയ്യിൽ ഇന്ന മാതിരി പച്ചകുത്തൽ. ഇതൊന്നും അറിയാണ്ട് ഇദ്ദേഹം കുത്തിയിരിക്കുക അതേ സ്ഥലത്തായി പോയി. അപ്പോൾ ആ ഗാങ് പെട്ടവരാണോ നിരീക്ഷിച്ചത്? അല്ല, എതിർ ഗാങ് പെട്ടവരാകില്ല, അവരൊക്കെ കൊല്ലുന്നു കളയും. ആ ഗാങ് പെട്ടവരനെ ആയിരിക്കും നിരീക്ഷിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇതൊന്നും കുത്താത്തത് നല്ലത്. അപ്പോൾ ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് വരിക. അപ്പോൾ എന്താ ഞാൻ പച്ച കുത്തിയത്? എൻ്റെ എല്ലാമായ പതിയുടെ പേരാണ്. എപ്പോൾ? 3 കൊല്ലം മുമ്പ്. ഇപ്പോഴോ? ഇപ്പോൾ അയാളാരാ? എൻ്റെ ആരുമല്ലാത്ത എൻ്റെ എക്സാണ്. എൻ്റെ എക്സാണ്. മുമ്പെൻ്റെ ഹസ്സായിരുന്നു ഇല്ലേ? അതെ, മുമ്പെൻ്റെ ഹസ്സായിരുന്നു 3 കൊല്ലം മുമ്പ്. ഇപ്പം എൻ്റെ എക്സാണ്. പക്ഷേ ഇതോ, ഈ പച്ചകുത്തലോ, എന്തിനാ ഈ പൊല്ലാപ്പിനൊക്കെ നിന്നേ? ഓരോരുത്തരും അവനവൻ്റെ വ്യക്തിത്വത്തിൽ നിന്നാൽ പോരെ, ഞാനായിട്ട് നിന്നാൽ പോരെ. എന്നിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നു, നീയും ഞാനും തമ്മിൽ സ്നേഹത്തിന് യാതൊരു മുട്ടുമില്ല, ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് എൻ്റെ വ്യക്തിത്വം ഞാൻ എന്തിനാ അവിടെ അടിയറ വെച്ചേ? ചിന്തിക്കുക. വ്യക്തിത്വത്തെ അടിയറ വയ്ക്കലാണോ കല്യാണം കഴിക്കൽ?
സംശയമാണ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ചിദാനന്ദപുരി സ്വാമി കുടുംബം കലക്കാൻ വേണ്ടി വന്നു എന്നാരും പറഞ്ഞേക്കരുത്, സംശയം ചോദിച്ചത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ പേര്, ഓരോ രൂപം, അതിനനുസരിച്ച പ്രതിഭ, ഇവയാൽ ഉണ്ടാക്കപ്പെടുന്ന സംസാരം അത് നേരാണോ? ഓരായിൽ നേര് ഇത്. വിചാരം ചെയ്യാഞ്ഞാൽ ഈ കാണുന്നതൊക്കെ നേര് തന്നെയാണ്. ഈ കാണുന്നൊക്കെ നേരാ, ഒക്കെ ശരിയാ, ഇതൊക്കെ ഉള്ളത് തന്നെ. ഞാൻ കണ്ടതല്ലേ സ്വാമി, ഞാൻ കേട്ടതല്ലേ സ്വാമി. അപ്പോഴാണ് ഗുരുദേവൻ പറയണത്, ഓരായികിൽ നേരിത് കിനാവുണരും വരേക്കും. ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് വരെ ഇത് നേര് തന്നെയാണ്. ഇപ്പോൾ സ്വപ്നത്തിൽ നമുക്ക് ഒരു വളരെ വിശന്ന് തളർന്ന് കിടന്ന് ഉറങ്ങി, ആ ഉറക്കത്തിൽ നല്ലൊരു സദ്യ, ഒന്നാം തരം ഭക്ഷണം, സ്വാദിഷ്ടമായ പദാർത്ഥങ്ങൾ വളരെ സ്നേഹാദരപൂർവ്വം നമുക്കൊരാൾ വിളമ്പിത്തരികയാണ്. സന്തോഷവും സുഖവും ഉണ്ടാവുമോ ഇല്ലയോ? ഉണ്ടാവില്ലേ? ഉണ്ടാവും, സംശയമില്ല. എൻ്റെ ശത്രുവിനെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാണ്. അവൻ്റെ അടുത്ത് കത്തിയെടുത്ത് പോകണ മുതൽ വിചാരിച്ചു എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയാണ്. അവനെ ഞാൻ നല്ല ഉറക്കത്തിൽ നല്ല കത്തിയെടുത്ത് ഒറ്റ കുത്തിയായിട്ട് കൊന്നു. സന്തോഷം ഉണ്ടാവില്ലയോ? എന്തൊരു സന്തോഷം! അപ്പോഴാണ് ഞാൻ ഉണർന്നു പോയത്. അയ്യടാ, അവനായിട്ട് അറിയോ ഞാനിതിങ്ങനെ ചെയ്തോന്ന്. പരിഭ്രമായി, ആകെ പരിഭ്രമായി. അവനറിയോ? അറിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാ. അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ സന്തോഷിച്ചതോ? ചിന്തിച്ച് നോക്കൂ. അപ്പം എന്താ ഇപ്പം ശരി? ഓരായിൽ നേരിത് കിനാവുണരും വരേക്കും. ഈ സ്വപ്നം ഉണരുന്നത് വരെ സ്വപ്നം സത്യമാണ്. സ്വപ്നം സത്യമാണ്. സ്വപ്നം സത്യമല്ല എന്നൊരിക്കലും പറയരുത്. സ്വപ്നദശയിൽ സ്വപ്നം സത്യമാണ്. ജാഗ്രത് ദശയിൽ ജാഗ്രത് സത്യമാണ്. ജാഗ്രത ദശയിൽ സ്വപ്നം സത്യമാണോ? അല്ല. സ്വപ്നദശയിൽ ജാഗ്രത സത്യമാണോ? അതുമല്ല എന്ന് പറയാൻ തന്നെ ഇടപെടണം. സ്വപ്നദശയിൽ സ്വപ്നം സത്യം, ജാഗ്രതദശയിൽ ജാഗ്രത സത്യം. ജാഗ്രതദശയിൽ സ്വപ്നം സത്യമല്ല, സ്വപ്നദശയിലോട്ട് ജാഗ്രതും സത്യമല്ല. ചിലപ്പോൾ ഞാൻ സ്വപ്നദശയിൽ അങ്ങ് ജാഗ്രതയിൽ ജീവിച്ചാലോ എന്താവും? ഇവിടെ ഈ കോഴിക്കോട് ഉണ്ടായൊരു തമാശ പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. കോഴിക്കോട് മാനാഞ്ചിറ, അതിൻ്റെ ഒരു വശത്തായിട്ട് മൈതാനം, ആ മാനാഞ്ചിറ മൈതാനത്തിൻ്റെ മാനാഞ്ചിറയല്ല, മൈതാനത്തിൻ്റെ വശത്തായിട്ടൊരു ഹാള്, ഈ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ഹാളുണ്ട്, സായി. അവിടെ നമ്മളൊരിക്കലൊരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ അവിടെ പോയി. അപ്പോൾ ഹാളിൽ ചെന്ന് ചിദാനന്ദപുരി സ്വാമിയെ കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ നിറയെ ആളുണ്ട്. ഹാൾ നിറയെ ആളാണ്. ആ സ്റ്റേജിലേക്ക് നോക്കിയപ്പോൾ ജഗദ്ഗുരു സ്വാമി പരമപൂജ്യ ചിദാനന്ദപുരി സ്വാമികൾക്ക് സ്വാഗതം. ആരാണ്? ജഗദ്ഗുരു. ഞാനൊന്ന് നോക്കി. ഞാൻ പറഞ്ഞു, അല്ല ഞാനിപ്പോൾ ആ സ്റ്റേജിൽ ഇരിക്കണ്ടേ? വേണം. ഇരിക്കില്ല. അല്ല സ്വാമി, ആ ബോർഡ് എടുത്ത് മാറ്റാതെ ഞാനിരിക്കില്ല. സ്വാമി എന്താ കാരണം? ഞാൻ ജഗദ്ഗുരു അല്ല. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ജഗദ്ഗുരു അല്ല. അയ്യോ, സ്വാമിജിയോടുള്ള ആദരവ് നിങ്ങൾക്കുണ്ടാവും, സന്തോഷം. ആദരവ് അവിടെ തന്നെ കിടക്കട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ജഗദ്ഗുരു അല്ല. ഞാനൊരു ഈ ഭാരതത്തിൻ്റെ ഗുരു പോലും അല്ല, കേരളത്തിൻ്റെ ഗുരു പോലും അല്ല, കോഴിക്കോടിൻ്റെ ഗുരു പോലും അല്ല. എന്തിന്? ഞാൻ ആശ്രമം പ്രധാന കേന്ദ്രം കൊളത്തൂരാണ്. അവിടുത്തെ ഗ്രാമഗുരു പോലും അല്ല. കാരണം ഗ്രാമഗുരു എന്ന് പറയണമെങ്കിൽ ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും എന്നെ ഗുരുവായി കാണണം. ഇല്ല. വലിയ ശതമാനം ആൾക്കാർക്ക് സ്നേഹമാണ് കൊളത്തൂർ. ചിദാനന്ദപുരി സ്വാമി എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹമാണ് കൊളത്തൂർ ഭൂരിഭാഗം പേർക്കും. പക്ഷേ എല്ലാവർക്കൊന്നും ഗുരുവൊന്നുമല്ല. ആരെങ്കിലുമൊക്കെ കുറച്ചൊക്കെ വെറുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഈ ചങ്ങാതി ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നവരും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഉണ്ടാവും.
എന്നിട്ടാണ് ഞാൻ ജഗദ്ഗുരു ആണെന്ന് പറഞ്ഞ് നടക്കണത്. അപ്പോൾ ഞാൻ സ്വപ്നത്തിലായാൽ എന്താവും സ്ഥിതി? സ്വാമി ആ എടുത്ത് മാറ്റൽ കുറച്ച് വിഷമാണ്. ഞാൻ പറഞ്ഞു അതെടുത്ത് മാറ്റാൻ വിഷമാണെങ്കിൽ കസേര അപ്പുറത്തേക്ക് വെച്ചോളൂ, എന്നിട്ട് അവിടെ ഇരുന്ന് പ്രസംഗിക്കാമല്ലോ, ആൾക്കാരെയൊക്കെ തിരിച്ചു വെച്ചാൽ മതി, എന്നാൽ കുഴപ്പമില്ല. പക്ഷെ ക്യാമറയിൽ ഇത് കാണരുത്. കാരണം കണ്ടു കഴിഞ്ഞാൽ വേറൊരു സംഘാടകർ പിന്നെ ക്ഷണിക്കുമ്പോൾ അവർ വിചാരിക്കും ഇതാണ് സ്വാമിയുടെ ഒരു രീതി എന്ന് വിചാരിക്കും. അവരും വയ്ക്കും ജഗദ്ഗുരു. അങ്ങനെ 3 സ്ഥലത്ത് ജഗദ്ഗുരു എന്ന് വെച്ചാൽ ഞാൻ ആരാവും? ഇതൊരു സുഖമല്ലേ? സ്വാമി ജഗദ്ഗുരു, സ്വാമി ചിദാനന്ദപുരി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടാവുമോ? ഇപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഉരുണ്ട് നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്, ഏത് തമാശയും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് കുട്ടികളോടും ഒന്നിച്ച് കളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ പോയില്ലേ ജഗദ്ഗുരു ആയി കഴിഞ്ഞാൽ? എന്താ കഥ പറയണത്? അപ്പം ഞാൻ എൻ്റെ നില വിട്ട് കളിക്കുക? ഞാൻ ജഗദ്ഗുരു അല്ല, എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാനാണ് വിചാരിക്കുക ഒരു ജഗദ്ഗുരു ആയ തിരക്കേടില്ലല്ലോ എന്ന് വിചാരിച്ചത് അനുവദിച്ചാൽ പ്രശ്നമില്ലേ? അത് സ്വപ്നത്തിൽ തിരക്കേടില്ല, ഞാൻ ജഗദ്ഗുരു ഒക്കെ ആവാം. ജാഗ്രത്തിൽ ഞാൻ ജഗദ്ഗുരു അല്ല, എനിക്ക് ഉറപ്പുണ്ട്. ഗുരുവായി കാണുന്ന ആൾക്കാരുണ്ടാവും, ലഘുവായി കാണുന്ന ആൾക്കാരും ഉണ്ടാവും. ഗുരുവായി കാണുന്ന ആളുടെ മുമ്പിൽ ഞാൻ ഗുരുവാണ്, ലഘുവായി കാണുന്ന ആളുടെ മുമ്പിൽ ഞാൻ ലഘുവാണ്. അത് അംഗീകരിക്കാനുള്ള മനോഭാവം എനിക്ക് വേണം. എന്നാൽ മാത്രമേ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ഞാൻ യോഗ്യനാവുന്നുള്ളൂ. ശ്രദ്ധിക്കുക. അപ്പോൾ കിനാവിൻ്റെ സമയത്ത് കിനാവ് സത്യമാണ്. ഞാനൊരു ചക്രവർത്തിയായി, ഞാൻ ഇന്ത്യൻ പ്രസിഡൻ്റായി കൂടെ? എന്താ, ഞാൻ ഇന്ത്യൻ പ്രസിഡൻ്റായി. ആർക്കാ എതിർക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ കൂട്ടത്തിൽ? ഞാൻ ഇന്ത്യൻ പ്രസിഡൻ്റ് അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ ഒക്കുമോ? ഞാൻ നല്ല സ്വപ്നത്തിൽ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ആ സ്വപ്നം ഉണരണത് വരെ ഞാൻ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പോലെ ചിദാനന്ദപുരി സ്വാമിയാണ് ക്ഷീണിച്ച് കിടന്നതാ. ഉള്ള സത്യം പറഞ്ഞത് എന്താ, കുറച്ച് ദിവസമായിട്ട് നല്ല ക്ഷീണം. എങ്ങനെ അവിടെ വന്ന് 2 മണിക്കൂർ പ്രസംഗിക്കാമെന്ന് ആലോചിച്ചിട്ട് ക്ഷീണമായി. ഞാനും പറയും കുറച്ച് ദിവസമായിട്ട് അങ്ങനെയായിരുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. അപ്പോൾ ഈ കിനാവ് ഉണരുന്നവരേക്ക് കിനാവ് സത്യ ആണല്ലോ. അവിടെ നമ്മളൊരു വളരെ സ്നേഹമുള്ള ഒരാളുണ്ട്. അദ്ദേഹം മരിച്ചു പോയി, ഇപ്പോൾ ഇല്ല. ആ ആശ്രമത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ്. ബഹുരസികനായിരുന്നു. അപ്പം അദ്ദേഹം ഒരു ദിവസം കോഴിക്കോട് ഒരു വലിയൊരു ഹോട്ടലിൽ വന്നു. ഏത് ഹോട്ടലാണെന്ന് എന്നോട് ചോദിക്കരുത്. എന്തായാലും മാംസം ഉള്ള നോൺ വെജിറ്റേറിയൻ ഉള്ള ഹോട്ടലാണ്. അപ്പോൾ അവിടെ വന്നു. ഒരു സപ്ലയറെ വിളിച്ചു. സപ്ലയർ വന്നു, മോനെ വാ ഇങ്ങോട്ട് വാ. മോനെ എന്നൊക്കെ വിളിച്ചപ്പോൾ ഇയാൾക്ക് വലിയ സന്തോഷമായി. ഇങ്ങനെ ചോളിൽ കട്ടിട്ട് പിടിച്ചു. അവൻ്റെ പേരെന്താ എന്ന് ചോദിച്ചു. വേറൊരു സപ്ലയറെ ചൂണ്ടിയിട്ട്. അയാളുടെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ശരി നീ പോ, ലോഹ്യമൊക്കെ കഴിഞ്ഞു. മോനെ രാധാകൃഷ്ണ. അവിടെ രാധാകൃഷ്ണൻ വെച്ച് എന്നെ ഇത്ര മധുരമായിട്ട് എൻ്റെ അച്ഛൻ പോലും വിളിച്ചിട്ടില്ല. ഇത്ര മധുരമായി എന്നെ സ്നേഹമസൃണമായിട്ട് രാധാകൃഷ്ണ മോനെ എന്ന് വിളിക്കുന്നത് ആരാ? ഉടനെ ചെന്നു. അല്ല എന്താ, വാ മോനെ, ഒറ്റ കെട്ടിപ്പിടുത്താണ്. എന്താ മനസ്സിലായില്ലല്ലോ, നിങ്ങളെനിക്ക് മനസ്സിലായില്ലോ. മോനെ രാധാകൃഷ്ണ, നിൻ്റെ അച്ഛനെ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അതെൻ്റെ അച്ഛനെ ഇന്നലെ കാണാനോ? എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 6 കൊല്ലമായല്ലോ. അതല്ലേ പറഞ്ഞത്, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു. ഞങ്ങൾ എത്ര വലിയ കൂട്ടുകാരായിരുന്നു നിനക്കറിയാമോ? കൂട്ടുകാരാദ്യമായിട്ട് കാണുക ഇയാളുടെ അച്ഛനെ അറിയില്ല, ഇയാളുടെ കുടുംബം എവിടെയാണെന്നും അറിയില്ല, ഒന്നും അറിയില്ല, ഒരു വസ്തു അറിയില്ല. ഇത് കഥയാന്ന് വിചാരിക്കലും ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ഇയാൾ വിചാരിച്ചു, എൻ്റെ അച്ഛനെ ഉറക്കത്തിൽ പോലും കാണുന്ന ഒരു മനുഷ്യനാണല്ലോ ഇത്, ഞാൻ പോലും കണ്ടിട്ടില്ല എൻ്റെ അച്ഛനെ ഉറക്കത്തിൽ. അത്രയും സ്നേഹമാണല്ലോ ഇത്. മോനൊരു കാര്യം ചെയ്യ്, ഒരു കോഴിയുടെ നല്ലൊരു കഷ്ണം എടുത്തു കൊണ്ടുപോവാ. ഇതിനാണ് ഈ ലോഹ്യം മുഴുവൻ കാണിച്ച്. മനസ്സിലായില്ല? ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല. വലിയ എന്തോ തത്വവിചാരാന്നൊന്നും വിചാരിക്കേണ്ട, ലൗകികമാണ് പറഞ്ഞത്. ഈ കക്ഷി രാധാകൃഷ്ണനെ അറിയേയില്ല, രാധാകൃഷ്ണൻ്റെ അച്ഛൻ ആരാന്നറിയേയില്ല, രാധാകൃഷ്ണൻ എവിടെയുള്ള ആളാന്ന് പോലും അറിയില്ല. പക്ഷെ രാധാകൃഷ്ണൻ തൽക്കാലം പാട്ടിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, നിൻ്റെ അച്ഛനും ഞാനും അത്ര വലിയ കൂട്ടുകാരായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ അച്ഛനെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ സ്വപ്നലോകത്തിൽ സ്വപ്നം സത്യം, ജാഗ്രലോകത്തിൽ ജാഗ്രത സത്യം. ശരിയാണല്ലോ?
അപ്പോൾ എൻ്റെ പത്നിയുണ്ട് ജാഗ്രത്തിൽ, ഞാനത് കേശവൻ്റെ പത്നിയായിട്ട് സ്വപ്നം കണ്ടു. കേശവൻ്റെ പത്നിയുണ്ട് ദമയന്തി, അവളെ ഞാൻ എൻ്റെ പത്നിയായിട്ടും സ്വപ്നം കണ്ടൂല്ലോ. കാണരുതെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. എൻ്റെ പത്നിയെ കേശവൻ്റെ പത്നിയായിട്ടും കണ്ടു, കേശവൻ്റെ പത്നിയെ എൻ്റെ പത്നിയായിട്ടും കണ്ടു. സ്വപ്നം കഴിയുന്നത് വരെ ആരാ എൻ്റെ പത്നി? കുടുംബകലഹമൊന്നും ഉണ്ടാക്കണ്ട, പക്ഷെ സത്യം സത്യമാണെന്ന് അംഗീകരിക്കണം. ശരിയല്ലേ പറഞ്ഞേ? അല്ല, ചിലർക്കൊക്കെ പേടിയാണ്. ഞാൻ ഇതിൻ്റെ അച്ഛൻ സമ്മതിച്ച് ചങ്ങാതി എൻ്റെ അടുത്ത് മറ്റേ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അവിടുന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമാവില്ലേന്ന്. ഒരു വിഷമവും ഇല്ല, സത്യം സത്യമാണ്. ഇതെല്ലാം ഭാനമാണ്. ഈ ലോകം മുഴുവൻ ഭാനമാണ്. നമുക്ക് ഭാനമില്ലെങ്കിൽ ഈ ലോകം ഇല്ല. മുഴുവൻ ഭാനം. ഓരായികിൽ നേരിത് കിനാവുണരും വരേക്കും. നേരാണ്, ഒരു സംശയമില്ല. കിനാവ് ഉണരുന്നവരേക്കും നേരാം. ശരി, ഉണർന്നളവ് ഉണർന്നു കഴിഞ്ഞാലോ ഉണർന്നവനാം അശേഷം. സ്വപ്നത്തിൽ ആരൊക്കെ ഉണ്ടായി? ശത്രു ഉണ്ടായി, മിത്രം ഉണ്ടായി, സുഖമുണ്ടായി, ദുഃഖമുണ്ടായി, മാനമുണ്ടായി, അപമാനമുണ്ടായി. ഞാൻ എവിടെയൊക്കെ പോയി എന്നറിയാം സ്വപ്നത്തിൽ? ഒരു ചില്ലാനും ചിലവില്ലാണ്ട് യാത്ര ചെയ്യാം. പക്ഷേ കാണുന്ന എന്നിൽ നിന്ന് ഭിന്നമായി കാണപ്പെട്ട സ്വപ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. കാണുന്ന എന്നിൽ നിന്ന് ഭിന്നമായി കാണപ്പെട്ട സ്വപ്നം ഉണ്ടായിട്ടില്ല. സ്വപ്നത്തിൽ കാണുന്നവനും കാണപ്പെട്ടതും കാഴ്ചയും ഞാൻ തന്നെയാണ്. ഞാനാണിത് മൂന്നുമായിട്ട് പിരിഞ്ഞത്. അപ്പം ഞാൻ കാഴ്ചയായി, ഞാൻ കാണുന്നവനായി, ഞാൻ കാണലുമായി. എന്നാൽ സ്വപ്നദശയിൽ ഞാൻ അനുഭവിച്ചതോ അതൊക്കെ സത്യം എന്നോണമാണ്. ഉണർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അല്ല, ഇതെല്ലാം ഞാനാണ്. ഇതുപോലെ ഈ സംസാരം പേരായിരം പ്രതിഭയായിരം ആയിട്ടുള്ള ഈ സംസാരം വാസ്തവത്തിൽ കേവല ബോധസ്വരൂപനായ ഞാൻ മാത്രമാണ്. ഓരായിക്കിൽ ഇതൊക്കെ സത്യമായിട്ട് എൻ്റെ മുമ്പിൽ ഭാസിക്കുകയാണ്. എന്നാൽ വിചാരം ചെയ്താലോ ദൃക്ക് മാത്രം സത്യം. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് നാളെ പഠിക്കാം. എങ്കിലും ആ ശ്ലോകം ഒന്ന് വായിക്കുക. നേരല്ല ദൃശ്യമിതു ദൃക്കിനെ നീക്കി നോക്കിൽ, വേറല്ല വിശ്വമറിവാം മരുവിൽ പ്രവാഹം. കാര്യത്തിൽ നിൽപ്പതിഹ കാരണ സത്യ എന്നേ, വേറല്ല വീജിയിലിരിപ്പതു വാരിയത്രേ. ഈ ഒന്നാം ശ്ലോകം നല്ലോണം ഉറപ്പിച്ചാലേ നമുക്ക് രണ്ടാം ശ്ലോകത്തിലേക്ക് കടക്കാൻ പറ്റൂ. ഒന്നാം ശ്ലോകം നല്ലപോലെ ഉറപ്പിക്കണം. ഓരായികിൽ നേര് ഇത്, കിനാവ് ഉണരും വരേക്കും നേരാം. അവിടെ വിഷയവും സുഖവും ദുഃഖവും മാനോ അപമാനോ എല്ലാം ഉണ്ട്. വളരെ പ്രസിദ്ധമായി പണ്ടേ മുത്തശ്ശിമാരായിട്ട് പറഞ്ഞു പോരുന്നൊരു കഥയുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ വളരെ സരളമായി സരസമായി കഥ വർണ്ണിച്ചിട്ടുണ്ട്. കഥ ഇതാണ്. ഒരു രാജാവ് പ്രഗത്ഭനാണ്, സമർത്ഥനാണ്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടു. കരുതിയിരുന്നില്ല, ഒട്ടും കരുതാത്ത സമയത്താണ് ആക്രമണം വന്നത്. അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടു. സാമാന്യമായി പരാജയപ്പെട്ടാൽ രാജാവ് കൊല്ലപ്പെടുകയാണ് ചെയ്യുക. ശത്രു രാജാവ് ഈ രാജാവിനെ കൊല്ലുകയാണ് പതിവ്. എന്തോ ഒരു കൃപ അദ്ദേഹത്തിന് തോന്നിയിട്ട് ഇദ്ദേഹത്തിനെ കൊന്നില്ല. പകരം ഇന്ന് രാത്രി കൊണ്ട് എൻ്റെ സാമ്രാജ്യത്തിന് ദൂരേക്ക് എത്തിക്കൊള്ളണം എന്ന് കൽപ്പിച്ചു. കുതിരയുണ്ടോ, രഥമുണ്ടോ? ഒന്നുമില്ല. ജീവനം കൊണ്ട് രാജാവ് ഓടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്പനിമിഷം മുമ്പ് വരെ ആരുടെ രാജ്യമായിരുന്നു? എൻ്റെ രാജ്യമായിരുന്നു. ഇപ്പം ആരുടെ രാജ്യമായി? ശത്രു രാജാവിൻ്റെ രാജ്യമായി. ആ ശത്രു രാജാവാണ് കൽപ്പിക്കുന്നത് രാത്രിയാവുമ്പോഴത്തേക്ക് രാജ്യപരിധിയുടെ പുറത്തെത്തിക്കൊള്ളണം. ഓടി 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 ജീവനം കൊണ്ട് ഓടുമ്പോഴുള്ള വേഗത എന്തായിരിക്കും? ജീവന് വേണ്ടിയല്ലേ ഓടുന്നത്. അപ്പോൾ എന്ത് വേഗതയായിരിക്കും? ഒളിമ്പിക്സിലൊക്കെ കിട്ടും 1ാം സ്ഥാനം. അങ്ങനത്തെ ഓട്ടമാണ്. ഓടി ഓടി ഓടി
കിരീടം ഉണ്ടാവുമോ? ഇല്ല. പട്ട് വസ്ത്രങ്ങൾ ഓരോന്നോരോന്ന് അഴിഞ്ഞ് വീണ് ഉടുക്കാൻ നിൽക്കുമോ? മുണ്ട കഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഉടുക്കാൻ നിൽക്കുമോ? നമ്മൾ ജീവന് വേണ്ടി ഓടുമ്പോൾ ഒരു വസ്ത്രവും ഇല്ല. എവിടെയൊക്കെ തടഞ്ഞ് വീണു. രാത്രിയാണ്, വെളിച്ചമില്ല, മുഴുവൻ മുറിയായി, രക്തം വാർന്നൊഴുകുന്നു. ജീവന് വേണ്ടിയുള്ള ഓട്ടമാണ്. അങ്ങനെ ഓടി 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 അർദ്ധരാത്രി കഴിഞ്ഞു. ഏകദേശം രാജ്യപരിധി മുഴുവനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും മറ്റേ രാജാവ് പിടിക്കാനുള്ള അത്ര ദൂരമൊക്കെ കഴിഞ്ഞു. ഒന്ന് ശ്വാസം വിട്ടപ്പോൾ വിശപ്പ്, ദാഹം എല്ലാം വന്നു. അതുവരെ വിശപ്പും ഉണ്ടായിരുന്നില്ല, ദാഹവും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യും? ഒരടി മുന്നോട്ട് വയ്ക്കാൻ വയ്യ. നോക്കിയപ്പോൾ അരണ്ട വെളിച്ചമുണ്ട് കുറച്ച് ദൂരെ. അവിടത്തേക്ക് പോയി നോക്കാം. പ്രതീക്ഷയ്ക്കനുസരിച്ച് അതൊരു സത്രമായിരുന്നു, അന്നം വിതരണം ചെയ്യുന്ന കേന്ദ്രമായിരുന്നു. ഈ കൗപീനം മാത്രം എടുത്തിട്ടുള്ള ഒരാൾ ദേഹം മുഴുവൻ രക്തവും ഒലിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ വളരെ കൃപയോടുകൂടി മറ്റേയാൾ പറഞ്ഞു, അയ്യോ ഒന്നും നിങ്ങൾക്ക് തരാനില്ലല്ലോ, ഒക്കെ പൂട്ടിപ്പോയി, എല്ലാ ഭക്ഷണവും കഴിഞ്ഞു, അർദ്ധരാത്രി കഴിഞ്ഞു. സാരമില്ല, പാത്രത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒന്നുണ്ടാവും, നോക്കൂ. ആരായി പറയണേ? ഇന്നലെ വരെ രാജാവായിരുന്നു, ആലോചിച്ച് നോക്കൂ. ഇന്ന് പകൽ മുഴുവൻ ഓടിയതാണ്, രാത്രി മുഴുവൻ ഓടിയതാണ്. അവസാനം കൈ കാണിച്ചു. മറ്റേയാൾ പാത്രത്തിൻ്റെ അടിയിലുള്ളതൊക്കെ വടിച്ച് രാജാവിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാത്രം കയ്യിൽ നിന്ന് വഴുക്കിപ്പോയി, വീണു. അയ്യോ, ഞെട്ടി ഉണർന്നപ്പോൾ താൻ സുഖമായിട്ട് പട്ടുമെത്തയുടെ മുകളിൽ കൊട്ടാരത്തിൽ കിടക്കുകയാണ്. അപ്പുറം അപ്പുറം വീശിക്കൊണ്ട് 2 ഭൃത്യന്മാരുണ്ട്. രാജാവ് എഴുന്നേറ്റിരുന്നു. ഏതാണ് സത്യം? അതാണോ ഇതാണോ? ഭൃത്യന്മാർ ചോദിച്ചു, രാജാവിന് എന്ത് പറ്റി? അല്ല, ഏതാ സത്യം? അതാണോ ഇതാണോ? രാവിലെ സ്തുതിപാഠകന്മാർ വന്നു. ആരും പാട്ട് പാടണ്ട, ഈ ചോദ്യത്തിന് ഉത്തരം തരണം. എന്താണ് ചോദ്യം? അതാണോ സത്യം? അല്ല, ഇതാണോ സത്യം? മന്ത്രിമാർ വന്നു. രാജാവിൻ്റെ കാറ്റ് പോയിരിക്കുകയാണ്. രാജാവിൻ്റെ ചോദ്യം ഇതാണ്, അതാണോ സത്യം? ഇതാണോ സത്യം? മന്ത്രിമാർക്ക് ഉത്തരവില്ല. അവരെല്ലാം പറഞ്ഞു, രാജഗുരുവിനെ വിളിച്ചു കൊണ്ടുവരാം. രാജഗുരു വന്നു. രാജഗുരുവിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതാണോ സത്യം? ഇതാണോ സത്യം? പല്ല് തേക്കുന്നില്ല, കക്കൂസ് പോകുന്നില്ല, കുളിക്കുന്നില്ല, ഒന്നുമില്ല. രാജാവ് ഇരിക്കുക. സഭയിൽ പോണില്ല എന്ന് പറയേണ്ടതുണ്ടോ? തൂങ്ങിയിരിക്കുക. ഇങ്ങനെ ഒറ്റ ചോദ്യമുള്ളൂ വരുന്നവരോടൊക്കെ, അതാണോ സത്യം? അല്ല, ഇതാണോ സത്യം? ഏതാ സത്യം? ഒരു വിദ്വാൻ ഇതറിഞ്ഞു. രാജാവിന് സംഗതി വട്ടായിട്ടുണ്ട്, അന്ന് പോയി നോക്കാം, വല്ല സമ്മാനം കിട്ടിയാലായില്ലേ. വിദ്വാൻ ചെന്ന് വിദ്വാനോട് ചോദിച്ചു, അതാണോ സത്യം? ഇതാണോ സത്യം? അതും സത്യമാണ്, ഇതും സത്യമാണ്. ആ അനുഭവദശയിൽ അത് സത്യം, ഈ അനുഭവദശയിൽ ഇത് സത്യം. അതുകൊണ്ട് വേഗം എഴുന്നേറ്റ് കുളിച്ച് കിരീടം വെച്ച് സഭയിൽ പോയിക്കോളൂ. കൈ നിറയെ സമ്മാനം കൊടുത്തു അയാൾക്ക്. രാജാവ് സഭയിലേക്കും പോയി. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ. അപ്പോൾ ഏതാ സത്യം? അതാണോ ഇതാണോ? വലിയ പ്രശ്നമാണത്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, അതാണോ സത്യം അല്ല ഇതാണോ സത്യം എന്ന് ചോദിച്ചാൽ, ആ സത്യം അപ്പം ശരി, ഈ സത്യം ഇപ്പം ശരി. നേരാം ഒരായികിൽ നേരിത് കിനാവുണരും വരയ്ക്കും. നേരാം ഉണർന്നളവ് ഉണർന്നവനാം അശേഷം. ഉണർന്നു കഴിഞ്ഞാൽ ദൃശ്യവും ദൃക്കും ദർശനവും ഞാൻ തന്നെയാണ്. ഞാനുണ്ടാക്കിയ ലോകത്തെ ഞാൻ കണ്ട്, ഞാൻ അനുഭവിച്ച്, ഞാൻ സുഖിച്ചു, ഞാൻ ദുഃഖിച്ചു. ആരാ ശത്രുവായിട്ട് വന്നത്? ഞാൻ. ആരാണ് മിത്രമായിട്ട് വന്നത്? ഞാൻ. എൻ്റെ പത്നിയായിട്ട് വന്നതോ? ഞാൻ. എന്തൊക്കെ റോളിലാണ് ഞാൻ അഭിനയിക്കണേ ഭഗവാന്? ഡബിൾ റോള് ട്രിപ്പിൾ റോളൊന്നുമല്ല, എണ്ണമറ്റ റോളുകളിലാണ് ഞാൻ അഭിനയിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഉണർന്നളവ് ഉണർന്നവനാം അശേഷം. വ്യക്തമാണല്ലോ? അപ്പോൾ എന്താപ്പോ ഇതൊക്കെ സത്യമാണോ എന്നാണ് ചോദ്യം. അത് അടുത്ത ശ്ലോകത്തിൽ ഗുരുദേവൻ പറയും. അതാണോ സത്യം, ഇതാണോ സത്യം എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം നമുക്ക് നാളേക്ക് വയ്ക്കാം. അതാണ് നല്ലത്.
ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.